സ്വാഗതം. സ്പോട്ട് ലൈവ് ആരംഭിക്കുകയാണ്. ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തന്നെയാണ് സ്പോട്ട് ലൈവ് ഇന്ന് ആദ്യം കടക്കുന്നത്. തെരഞ്ഞെടുപ്പിനിടയിലാണ് സുപ്രധാനമായ ചില ആരോപണങ്ങൾ വരുന്നത്. മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ അപകീർത്തിപ്പെടുത്തുന്ന ചിത്രങ്ങൾ പുറത്തുവിട്ടതിന് പിന്നിൽ ബ്ലാക്ക് മെയിലിംഗ് എന്ന കണ്ടെത്തലിലേക്കാണ് പോലീസ് എത്തിയിരിക്കുന്നത്. സമൂഹ മാധ്യമത്തിൽ പോസ്റ്റിട്ടയാളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പെരിന്തൽമണ്ണ സ്വദേശിയായ കാപ്പ കേസ് പ്രതി മുഹമ്മദ് റോഷനാണ് പ്രതി. ദൃശ്യങ്ങൾ പുറത്തുവിട്ട് കഴിഞ്ഞു പോലീസ്. ദൃശ്യങ്ങൾ പുറത്തുവിട്ട് അപകീർത്തിപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി 15 കോടി രൂപയാണ് ഇയാൾ ആവശ്യപ്പെട്ടത്. പ്രതിക്കായി തെരച്ചിൽ തുടരുകയാണ്. ഈ പ്രതിയുടെ ദൃശ്യങ്ങൾ പോലീസ് പുറത്തുവിട്ടു. CV അനുമോദ് ചേരുന്നുണ്ട്. അനുമോദ്, എന്താണ് ഇയാളുടെ നീക്കത്തിന് പിന്നിലെന്നതാണ് പോലീസ് സംശയിക്കുന്നത്? പോലീസിന്റെ കണ്ടെത്തലുകൾ എന്താണ്? കാരണം ഒരു തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പാണ് ഇത്ര ഗുരുതരമായ ഒരു ആക്ഷേപം ഉന്നയിക്കുന്നത്. ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും ഗൂഢാലോചന പോലീസ് സംശയിക്കുന്നുണ്ടോ? സജിത്ത്, 4 ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ സംഭവം ഉണ്ടായത്. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് പറയുന്നത് ഈ മുഹമ്മദ് റോഷനാണ് ഇതിന്റെ പിന്നിൽ എന്ന് തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ജനുവരി അവസാനം മൊയ്ൻ അലി ശിഹാബ് തങ്ങളെ, അതായത് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ ജ്യേഷ്ഠന്റെ മകനാണ് അദ്ദേഹത്തെ പെരിന്തൽമണ്ണയിലെ ഒരു മാളിൽ വെച്ച് ഈ കേസിൽ ഇപ്പോൾ ഈ ആരോപണ വിധേയനായ മുഹമ്മദ് റോഷൻ കാണുകയും സാദിഖ് അലി തങ്ങൾക്കെതിരെ ഇത്തരത്തിലൊരു അപവാദ പ്രചരണം നടത്തും, ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ പുറത്തുവിടും എന്ന ഭീഷണിപ്പെടുത്തി 15 കോടി രൂപ ആവശ്യപ്പെട്ടു. എന്നാൽ അന്ന് ഈ പണം കൊടുക്കാനാകില്ലെന്നും മാത്രമല്ല ഇതിൽ പോലീസ് ഇക്കാരെ അറിയിക്കുകയും ചെയ്തു എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട മുസ്ലിം നേതൃത്വം പറയുന്നത്. തുടർന്ന് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഈ മാസം 23-ാം തീയതിയാണ് ഫേസ്ബുക്കിൽ ഒരു വ്യാജ അക്കൗണ്ടിൽ ഈ ഫോട്ടോകൾ പ്രസിദ്ധീകരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇതിനെക്കുറിച്ച് അതിനുശേഷം പോലീസിൽ പരാതിപ്പെടുകയും പോലീസ് ഇക്കാര്യത്തിൽ ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. 2 കേസുകളുണ്ട്. ഒന്ന്, മലപ്പുറം SP-ക്ക് സൈബർ പോലീസിന്റെ അന്വേഷണത്തിലുള്ള മലപ്പുറം SP-ക്ക് നൽകിയ ഒരു കേസ്. 2, ഈ മുഹമ്മദ് റോഷനെതിരെ ഭീഷണിപ്പെടുത്തിയതിനും അതുപോലെ തന്നെ ഈ പണം തട്ടിയെടുക്കാൻ ശ്രമിച്ചതിനും ബ്ലാക്ക് മെയിലിങ്ങിനുമുള്ള ഈ കേസ്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്നതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇയാൾ കാപ്പ കേസ് പ്രതി 2021 കാപ്പ കേസിൽ ഉൾപ്പെട്ട ആളാണ്. കൊലപാതകം, ബലാത്സംഗം, അതുപോലെ തന്നെ മറ്റ് ക്രിമിനൽ ഗൂഢാലോചനകളൊക്കെ നടത്തിയതിൽ ഒരുപാട് കേസുകളുള്ള ഒരു വ്യക്തിയാണ്. ഒരു സ്ഥിരം ക്രിമിനലാണ് ഇയാളെന്നാണ് പോലീസ് പറയുന്നത്. ഇയാളിപ്പോൾ നിലവിൽ ഒളിവിലാണ്. ഇയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. പ്രധാനമായിട്ടും ഉയരുന്ന ഒരു ആരോപണം, മുൻപ് ഈ ജനുവരിയിൽ ഇത്തരത്തിൽ ഒരു ഭീഷണി ഉണ്ടായിട്ട് എന്തുകൊണ്ട് അന്ന് തന്നെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തില്ല, അന്ന് പ്രോപ്പറായിട്ട് പരാതിപ്പെട്ടിരുന്നോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. എന്നാൽ നമുക്കറിയാൻ കഴിഞ്ഞത്, ലീഗ് നേതൃത്വം വ്യക്തമാക്കിയത് അന്ന് തന്നെ പോലീസിന് ഇക്കാര്യം അറിയിച്ചിരുന്നു. പോലീസ് അന്വേഷിക്കാമെന്ന് പറയുകയും, രണ്ടാമത് ഇക്കാര്യം ഇത്തരത്തിൽ ഒരു ഭീഷണി എന്ന തരത്തിൽ, ബ്ലാക്ക് മെയിലിംഗ് എന്ന തരത്തിൽ നടക്കാതെ വന്നപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും പരാതിപ്പെടുകയും തുടർന്ന് FIR രജിസ്റ്റർ ചെയ്യുകയാണ് ഉണ്ടായത് എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. തുടർന്ന് പ്രതിക്കായിട്ടുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്നും വ്യത്യസ്തമായ രാഷ്ട്രീയമായിട്ടുള്ള ഒരു ഗൂഢാലോചനയല്ല, ഇതൊരു ക്രിമിനൽ ഗൂഢാലോചനയാണ് എന്ന തരത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ ലഭ്യമാകുന്ന പ്രധാനപ്പെട്ട വിവരങ്ങൾ. അനുമോദ്, ഈ പ്രതിയുടെ ഒരു നീക്കം, കാരണം തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ് ഇയാൾ ഇത്തരം ഒരു നീക്കം നടത്തുന്നത്. അതുകൊണ്ടുകൂടി തന്നെ ഇയാളുടെ ലക്ഷ്യം തെരഞ്ഞെടുപ്പിന് എന്ന സാധ്യത മുന്നിൽ നിർത്തി ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവിനെതിരെ, ഒരു സംഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിക്കെതിരെ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചാൽ അതിപ്പോൾ സാധിച്ചെടുക്കാം. അങ്ങനെ ഒരു ബ്ലാക്ക് മെയിലിംഗ് ആണോ ഇയാളുടെ ഒരു നീക്കം? അതായിരുന്നു പോലീസ് അങ്ങനെയാണോ സംശയിക്കുന്നത്? തീർച്ചയായും ഇത് ബ്ലാക്ക് മെയിലിംഗ് തന്നെയാണ്. ഇതിൻ്റെ ഒരു പണം തട്ടിയെടുക്കാൻ ബ്ലാക്ക് മെയിലിംഗ് തന്നെയാണ് പോലീസിൽ ഇതിൻ്റെ ലക്ഷ്യമായിട്ട് കാണുന്നത്. കാരണം ഇയാൾ ആദ്യം ഈ ഭീഷണിയുണ്ട്, അതായത് തൻ്റെ കൈവശം ഫോട്ടോകളും ദൃശ്യങ്ങളും ഉണ്ട് എന്ന് ഭീഷണിപ്പെടുത്തിയാണ്, ഇത് പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് 15 കോടി രൂപ ആവശ്യപ്പെട്ടത്. പക്ഷേ അത്തരത്തിലൊരു ബ്ലാക്ക് മെയിലിംഗിൽ നിന്ന് കൊടുക്കേണ്ടതില്ല എന്ന് നേതാക്കൾ തീരുമാനിക്കുകയും ഇത് പോലീസിനെ അറിയിക്കുകയും ചെയ്തു. പിന്നീട് കൃത്യമായ രാഷ്ട്രീയമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയം കണക്കാക്കി തന്നെ ഈ ഫോട്ടോകൾ ഒരു വ്യാജ അക്കൗണ്ടിൽ ഫേസ്ബുക്ക് വഴി പുറത്തുവിടുകയാണ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പിൽ ഇത് വലിയ ചർച്ചയായി തീരുമെന്നും രാഷ്ട്രീയ പാർട്ടികൾ ഒന്നാകെ ഇത് ഏറ്റെടുക്കുമെന്നും, അങ്ങനെ ഇത് തനിക്ക് പണം തരാത്തതിൻ്റെ പ്രതികാരമായിട്ട് താൻ ഇത് കാണിച്ചു, ഇനി കൂടുതൽ തൻ്റെ കൈവശമുള്ള
കാര്യങ്ങൾ പുറത്തുവിടാതിരിക്കാൻ പണം തനിക്ക് വേണമെന്നും അത്തരത്തിലൊരു സന്ദേശം ഒരുപക്ഷെ ഇവർക്ക് നൽകാൻ വേണ്ടിയായിരിക്കാം ഈ തരത്തിലൊരു ബ്ലാക്ക് മെയിലിങ്ങിൻ്റെ തന്ത്രം ഇയാൾ പയറ്റിയത്. പക്ഷേ അവിടെ വീണത് രാഷ്ട്രീയ പാർട്ടികളൊന്നും ഇത് ഏറ്റെടുത്തില്ല എന്ന് മാത്രമല്ല, തങ്ങളുടെ വിശ്വാസ്യതയെ അവരൊക്കെ തന്നെ അംഗീകരിക്കുകയായിരുന്നു. സാദിഖലി തങ്ങളുടെ ഭാഗത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകില്ല എന്ന എല്ലാവരും ഒരുപോലെ അംഗീകരിക്കുകയും അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെ ബഹുമാനിക്കുകയും ചെയ്യുകയാണ് ചെയ്തത്. സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റെടുക്കാതെ വന്നതോടെ ഈ ബ്ലാക്ക് മെയിലിങ്ങിൻ്റെ തന്ത്രം പരാജയപ്പെടുന്നൊരു സാഹചര്യം. അതോടൊപ്പം തന്നെ ഈ വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ച് രണ്ടാമതും ഒരു പരാതി പെരിന്തൽമണ്ണ പോലീസിൽ എത്തുകയാണ് ചെയ്യുന്നത്. ഒരു വശത്ത് ഈ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതിൻ്റെ സൈബർ അന്വേഷണം തുടരുന്ന ഘട്ടത്തിൽ തന്നെയാണ് നേരത്തെ ഉണ്ടായ സംഭവങ്ങൾ ചൂണ്ടിക്കാണിച്ച് രണ്ടാമതൊരു പരാതി പെരിന്തൽമണ്ണ പോലീസിൽ മൊയ്ൻ തങ്ങൾ നൽകുന്നത്. അത് പ്രകാരമാണ് ഇപ്പോൾ FIR ചുമത്തിയിട്ടുള്ളത്. അപ്പോൾ രണ്ട് പരാതികളാണ് ഇതിലുള്ളത്. എന്നാണെങ്കിലും രണ്ട് പരാതികളിലും അന്വേഷണത്തിൽ ഉള്ളത് ഇപ്പോൾ ഒളിവിലുള്ള ഈ മുഹമ്മദ് റോഷനാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇത് തികച്ച ഒരു ക്രിമിനൽ ഗൂഢാലോചനയായിട്ട് തന്നെയാണ് നിലവിലെ സാഹചര്യത്തിൽ രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ പോലീസും കാണുന്നത്. യെസ്, അതാണ് അനുമോദ് സൂചിപ്പിച്ചതാണ് ഒരു സാഹചര്യം. എന്തായാലും ഒരു മാതൃക നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ ഈ കാര്യത്തിൽ കാട്ടിയിട്ടുണ്ട്. കാരണം ഒരു തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ടു മുമ്പ് ഇത്തരമൊരു ആക്ഷേപം ഉയർന്നാൽ അതുണ്ടാക്കുന്ന നഷ്ടം വലുതാണ്. പക്ഷേ ഇതിൽ രാഷ്ട്രീയമായി എതിർചേരിയിൽ നിൽക്കുന്നവർ പോലും സാദിഖലി തങ്ങളെ അനുകൂലിക്കുന്ന നിലപാട്, ഇതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്ന നിലപാടെടുക്കുന്നതോടുകൂടി ഈ ബ്ലാക്ക് മെയിലിംഗ് നീക്കം പൊളിയുകയാണ് ചെയ്യുന്നത്. ഇതോടുകൂടിയാണ് പോലീസിൻ്റെ തുടർ നീക്കവും ഉണ്ടാകുന്നത്. 15 കോടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ റോഷൻ തട്ടിപ്പിന് ശ്രമിച്ചത്. റോഷൻ്റെ ചിത്രമടക്കം ഇപ്പോൾ പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട്. തെരച്ചിൽ തുടരുകയാണ്. ഉടൻ തന്നെ റോഷൻ പിടിയിലാവുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. മറ്റൊരു വാർത്തയിലേക്ക് വരുമ്പോൾ നമ്മൾ ഇടുക്കിയിലേക്കാണ് പോകുന്നത്. ഇടുക്കി ഏലപ്പാറയിൽ ഹോട്ടൽ ജീവനക്കാരനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കോതമംഗലം സ്വദേശി മനുവാണ് മരിച്ചത്. കൊലപാതകമെന്നാണ് സംശയം. ലോഡ്ജിനുള്ളിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഒപ്പം താമസിച്ചിരുന്ന ജാർഖണ്ഡ് സ്വദേശി ഒളിവിലാണ്. സംഭവത്തിൽ പീരുമേട് പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. വളരെ ദുരൂഹത ഉയർത്തുന്ന ഒരു സംഭവമാണ് ഏലപ്പാറയിൽ ഉണ്ടായിരിക്കുന്നത്. ഏലപ്പാറയിലാണ് ഹോട്ടൽ ജീവനക്കാരനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. കോതമംഗലം സ്വദേശി മനു. ഒപ്പം ഇതിൽ ഏറെ സംശയമുണ്ടാക്കുന്ന ഒരു കാര്യം, ഒപ്പം താമസിച്ചിരുന്ന ജാർഖണ്ഡ് സ്വദേശി ഇപ്പോൾ ഒളിവിലാണ് എന്ന കാര്യം കൂടിയാണ്. അങ്ങനെയെങ്കിൽ അന്വേഷണം സംശയങ്ങൾ ഇയാളിലേക്ക് തന്നെ നീളുന്നു എന്ന് വേണം കരുതാൻ. പോലീസിൻ്റെ അന്വേഷണം നടക്കുകയാണ്. ലോഡ്ജിനുള്ളിലാണ് മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. ഹോട്ടൽ ജീവനക്കാരൻ മനുവാണ്, കോതമംഗലം സ്വദേശിയാണ് മരിച്ചിരിക്കുന്നത്. എന്താണ് ഇതിന് പിന്നിൽ സംഭവിച്ചിരിക്കുന്നത്? അതിൻ്റെ ദുരൂഹത സ്വാഭാവികമായും പുറത്തു വരേണ്ടി വരും. എന്തായാലും ഈ മൃതദേഹം കണ്ടെത്തിയതിന് പിന്നാലെ പോലീസിൻ്റെ അന്വേഷണം കൂടി ആ നിലയിൽ നടക്കുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ. കോതമംഗലം സ്വദേശി മനു ഏലപ്പാറയിലെ ഒരു ലോഡ്ജിലാണ് ദുരൂഹ സാഹചര്യത്തിൽ ഈ മരണം കണ്ടെത്തിയിരിക്കുന്നത്. എന്താണ് ഈ ജാർഖണ്ഡ് സ്വദേശിയുടെ നീക്കങ്ങൾ? ഇയാൾ എവിടെ പോയി? കേരളം വിട്ടോ? തുടങ്ങിയ നിരവധിയായ വിഷയങ്ങളിൽ അന്വേഷണം നടക്കേണ്ടതുണ്ട്. അതിലേക്കാവും പോലീസിൻ്റെ അന്വേഷണം കടന്നിരിക്കുക എന്ന് വേണം മനസ്സിലാക്കണം. PS സാഗർ ചേരുന്നു. സാഗർ, എപ്പോഴാണ് ഈ മൃതദേഹം കണ്ടെത്തിയത്? ജാർഖണ്ഡ് സ്വദേശിയുടെ ഇടപെടലുകളിലേക്ക് തന്നെയാണോ പോലീസിൻ്റെ അന്വേഷണം നീളുന്നത്? സജിത്ത്, ഏലപ്പാറയിൽ സ്വകാര്യ ലോഡ്ജിലാണ് യുവാവിനെ മരിച്ച നിലയിൽ ഇന്ന് രാവിലെയോടെ കണ്ടെത്തിയത്. കോതമംഗലം സ്വദേശിയായ മനുവിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരണകാരണം കൊലപാതകമാണെന്നാണ് സംശയം ഉയർന്നിരിക്കുന്നത്. കൂടെ ഉണ്ടായിരുന്ന ജാർഖണ്ഡ് സ്വദേശി ഒളിവിൽ പോയിരിക്കുകയാണ്. ഇയാൾക്ക് വേണ്ടി പീരുമേട് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇരുവരും ഏലപ്പാറയിലെ സ്വകാര്യ ഹോട്ടലിലെ ജീവനക്കാരാണ്. ഇവർ ലോഡ്ജിൽ മുറിയെടുത്താണ് താമസിച്ചു വന്നിരുന്നത്. ഇവർ തമ്മിൽ കഴിഞ്ഞ രാത്രിയിലുണ്ടായ തർക്കം സംഘർഷത്തിലെത്തുകയും തുടർന്ന് മനു കൊല്ലപ്പെടുകയുമായിരുന്നുവെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. രാവിലെ ലോഡ്ജ് ജീവനക്കാർ എത്തി മുറിയിലെത്തിയപ്പോഴാണ് ഇത്തരത്തിൽ കൊലപാതകം നടന്ന ഇതേ മനു മരണപ്പെട്ട വിവരം അറിയുന്നത്. തുടർന്ന് ഇവർ പീരുമേട് പോലീസിൽ അറിയിക്കുകയായിരുന്നു. തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. കൂടെ ഉണ്ടായിരുന്ന ജാർഖണ്ഡ് സ്വദേശിക്കായി അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം പീരുമേട് താലൂക്ക് ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകും. സാഗർ, ഇവർ രണ്ടുപേരും തമ്മിൽ ഒന്നിച്ച് താമസിക്കുകയായിരുന്നു ആ ലോഡ്ജിൽ. ഒപ്പം രണ്ടുപേരുടെയും കഴിഞ്ഞ കാലത്തെ എന്തെങ്കിലും സംശയകരമായ സാഹചര്യങ്ങൾ എന്തെങ്കിലും സംശയത്തിൽ പെട്ടിട്ടുണ്ടോ? പോലീസ് ഇക്കാര്യങ്ങളിലേക്ക് കൂടി അന്വേഷണം കടക്കുന്നുണ്ടോ? സജിത്ത്, ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് അന്വേഷിച്ചു വരുന്നതേ ഉള്ളൂ. ഇവർ ഏലപ്പാറയിൽ തന്നെയുള്ള ഒരു സ്വകാര്യ ഹോട്ടലിലെ ജീവനക്കാരാണെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഇതിനെക്കുറിച്ചെല്ലാം പോലീസ് തിരക്കി വരുന്നുണ്ട്. കാരണം ഇവർ ഒരു ലോഡ്ജിൽ മുറിയെടുത്താണ് ഇരുവരും താമസിച്ച് വന്നിരുന്നത്. ഈ കോതമംഗലം സ്വദേശിയായ മനുവും ജാർഖണ്ഡ് സ്വദേശിയും ഒരു റൂമിലാണ് താമസിച്ചു വന്നിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഇവർ തമ്മിൽ തർക്കമുണ്ടായിരുന്നതായി സമീപത്തുള്ള ആളുകൾ പറഞ്ഞിരുന്ന പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഈ തർക്കമാണോ
ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും ഈ ജാർഖണ്ഡ് സ്വദേശിക്കായുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. കാരണം മനു കൊല്ലപ്പെട്ടതിന് ശേഷം ഈ പ്രദേശത്ത് ഇയാളെ കുറിച്ച് യാതൊരു വിവരവുമില്ല. ഇയാൾ സ്ഥലത്ത് നിന്നും മാറിയിരിക്കുക എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കൂടെ ഉണ്ടായിരുന്ന ജാർഖണ്ഡ് സ്വദേശിക്കായിട്ടുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. സജീവ്. യെസ്, സാഗർ സൂചിപ്പിക്കുന്നതനുസരിച്ച് കൂടുതൽ വ്യക്തത ഈ സംഭവത്തിൽ ഇനിയും വരാനുണ്ട്. പോലീസിന്റെ അന്വേഷണം നടക്കുന്നുണ്ട്. പീരുമേട് പോലീസാണ് അന്വേഷണം നടത്തുന്നത്. ഈ ജാർഖണ്ഡ് സ്വദേശിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ അന്വേഷണം നടക്കും. മനു എന്ന കോതമംഗലം സ്വദേശിയുടെ മരണത്തിന് ഇടയാക്കിയത് എന്താണ് സംഭവിച്ചത്? ആ ഹോട്ടൽ മുറിയിൽ, ലോഡ്ജ് മുറിയിൽ ഇന്ന് രാവിലെയാണ് മൃതദേഹം കണ്ടെത്തുന്നത്. ദുരൂഹതകൾ നിരവധിയാണ്. വരുന്ന മണിക്കൂറുകളിൽ ഒരുപക്ഷെ പോലീസിന്റെ കണ്ടെത്തലുകൾ ഇക്കാര്യത്തിൽ നിർണായകമാവുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ജാർഖണ്ഡ് സ്വദേശി ഒളിവിലാണ്. ഹോട്ടലിലെ സ്വകാര്യ റിസോർട്ടിലെ ജീവനക്കാരായിരുന്നു ഇരുവരും. യെസ്, അടുത്ത വാർത്തയിലേക്ക് കടക്കുമ്പോൾ നമ്മൾ കായംകുളത്തേക്കാണ് പോകുന്നത്. അത് വലിയ നിർണായകമാവുന്ന ഒരു രാഷ്ട്രീയ വിവാദത്തിൻ്റെ കൂടി പശ്ചാത്തലമാണ്. കായംകുളത്തെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി പ്രതിഭയ്ക്കെതിരായ സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ ലീഗ് നേതാവ് ഇർഷാദിനെതിരെ കേസെടുക്കാൻ നിർദ്ദേശിക്കുന്നു ആലപ്പുഴ ജില്ലാ കളക്ടർ. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടപെടലിനെ തുടർന്നാണിപ്പോൾ കളക്ടറുടെ ഈ നടപടി കൂടി ഉണ്ടായിരിക്കുന്നത്. അധിക്ഷേപ പരാമർശത്തിൽ പ്രതിഭ പോലീസിനും പരാതി നൽകിയിരുന്നു. സംഭവത്തിൽ UDF സ്ഥാനാർത്ഥി ലിജു പരസ്യമായി പ്രതിഭയോട് മാപ്പ് പറഞ്ഞിരുന്നു. തനിക്കെതിരെ സൈബർ ആക്രമണം നടക്കുന്നുവെന്ന് പ്രതിഭ ആരോപണം ഉന്നയിക്കുകയും ചെയ്തു. ഇന്നലെ പാർട്ടി മണ്ഡലം കമ്മിറ്റി തന്നെയാണ് പത്രസമ്മേളനത്തിൽ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നത്. നയം അവർ പറഞ്ഞിരുന്നു, തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്ന് പറഞ്ഞു. സുമോട്ടോ ഒക്കെ തന്നെ ഇപ്പം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് എടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ കിട്ടിയില്ല. മറ്റൊന്ന്, മഹിളാ അസോസിയേഷൻ നേതൃത്വത്തിലാണ് ഇന്ന് പോലീസ് കംപ്ലയിൻറ്റ് ചെയ്യുന്നത്. അതെല്ലാം അതിൻ്റെ കാര്യങ്ങൾ നടക്കുന്നു. നമ്മൾക്ക് ആ സമയത്ത് ഉണ്ടായിട്ടുള്ള ഒരു വിഷമത്തിൽ അവിടെ ആരെങ്കിലും അതിനെയൊന്നും അവിടെ എതിർത്ത് ആ സമയത്ത് പറഞ്ഞിരുന്നെങ്കിൽ വെച്ചാൽ ഒരു മീറ്റിങ്ങാണ്, അവിടെ ഇരിക്കുന്ന സ്ത്രീകളോ പുരുഷന്മാരോ ആരെങ്കിലും നമ്മൾ ഇത്തരത്തിലുള്ള ആരോപണങ്ങളല്ലല്ലോ തിരഞ്ഞെടുപ്പിൽ പറയേണ്ടത് എന്ന് ആരും പറയാതെ പിന്നീട് അതിനെപ്പറ്റി പറയാൻ ഞാൻ ആളല്ല, അത് അവരുടെ ഐഡിയോളജിയുടെ ഭാഗമായി അവർ ചെയ്യുന്നതാണ്. പക്ഷേ ആ സമയത്ത് ആരും വിലക്കിയില്ല എന്നുള്ള പ്രധാനപ്പെട്ട ലീഡേഴ്സ് അടക്കം ആ വേദിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇതാണ് പ്രതിഭ പ്രതികരിച്ചത്. എന്തായാലും കായംകുളത്തെ രാഷ്ട്രീയത്തെ മാത്രമല്ല, കേരളത്തിൽ പൊതുവിലും ഇത് ചർച്ച ചെയ്യപ്പെടുകയാണ്. ഉയരുന്ന ചോദ്യം ഇതാണ്: ഇത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മാത്രം സ്വഭാവമല്ല. എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും ഇത്തരം സ്ത്രീകൾക്കെതിരായ അധിക്ഷേപ പരാമർശങ്ങൾ പലപ്പോഴും ഉയർന്നു വരാറുണ്ട്. അത് ഇന്ന രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നില്ല, എല്ലാ പാർട്ടികളിലും അത് ഉണ്ടാവുന്നുണ്ട്. കായംകുളത്തെ എന്തായാലും ഈ നീക്കം അതിൻ്റെ തുടർ നടപടികളിലേക്ക് കടക്കുന്നു എന്നതാണ്. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ കൂടി പ്രതികരണം നമുക്ക് വന്നിട്ടുണ്ട്. പ്രതിഭയ്ക്കെതിരായ സ്ത്രീവിരുദ്ധ പരാമർശം അങ്ങേയറ്റം തെറ്റെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പ്രതികരണം. വ്യക്തിഹത്യ പാടില്ല. പൊതുരംഗത്ത് വരുന്ന സ്ത്രീകളെ ഇങ്ങനെ കാണുന്നത് ചിലരുടെ മനോവൈകൃതമെന്നുമാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. ഇതൊരു വല്ലാത്ത പ്രശ്നമാണ് നമ്മുടെ നാട്ടിൽ. നമ്മൾ എപ്പോഴും വ്യക്തികളുടെ അന്തസ്സ് പാലിച്ചുകൊണ്ട് വിമർശനങ്ങൾ ഉന്നയിക്കാൻ ശ്രദ്ധിക്കണം. കഴിയാവുന്നത്ര എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പക്ഷെ ഇവിടെ അങ്ങേയറ്റം തെറ്റായ സമീപനമാണ് ഇപ്പോൾ പരാമർശിച്ച കായംകുളത്തിൻ്റെ കാര്യത്തിലുണ്ടായത്. അത് എല്ലാവരും ഇരിക്കുന്ന കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതാവ് വേണുഗോപാലടക്കം ഇരിക്കുന്ന വേദിയിലാണ് ഈ പറയുന്ന അങ്ങേയറ്റം തെറ്റായ വിമർശനം ഉന്നയിച്ചത്. ഒരു സഹോദരിക്കെതിരെ എങ്ങനെയാണ് ഇത്തരത്തിൽ ഒരു പരാമർശം നടത്താൻ കഴിയുന്നത്? പൊതുരംഗത്ത് വരുന്ന സ്ത്രീകളെ ഈ രീതിയിൽ അവമാനിക്കുന്ന നില സ്വീകരിക്കാം. അങ്ങനെ കാണുന്നത് തന്നെ എന്തൊരു മനോവൈകൃതമാണ്. അപ്പോൾ കേരളീയ സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയാത്ത വിമർശനമാണ് ഉയർന്നത്. ഇത് എല്ലാവരും പാഠമായി എടുത്തുകൊണ്ട് നിലപാട് സ്വീകരിക്കേണ്ടതാണ്. യെസ്, മുഖ്യമന്ത്രി അത്ര കടുത്ത വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഈ നിലപാടിൽ മുഖ്യമന്ത്രി നിലപാടെടുത്തിരിക്കുന്നത്. ഇർഷാദിൻ്റേത് അധിക്ഷേപകരമായ പരാമർശമാണെന്ന കാര്യം VD സതീശനും അംഗീകരിക്കുന്നു. ഇയാൾക്കെതിരെ നടപടി എടുത്തു കഴിഞ്ഞു. അതേസമയം പ്രതിപക്ഷ നേതാവ് മറ്റൊരു ചോദ്യം കൂടി ചോദിക്കുകയാണ്. രമ്യ ഹരിദാസിനെതിരെ അശ്ലീല പരാമർശം നടത്തിയ പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയായ വിജയരാഘവൻ ഉൾപ്പെടെയുള്ള നിരവധി പേരെ CPM സംരക്ഷിക്കുകയാണ് ചെയ്തു എന്ന കാര്യം കൂടി സതീശൻ ഓർമ്മപ്പെടുത്തുന്നു. അധിക്ഷേപകരമായ പരാമർശമാണ്. ഒരിക്കലും ഒരു രാഷ്ട്രീയ നേതാവ് ഒരു വനിതാ
നേതാവിനെ കുറിച്ചോ പ്രവർത്തകയെ കുറിച്ചോ ഒരു വനിതയെ കുറിച്ചോ പറയാൻ പാടില്ലാത്ത കാര്യമാണ് പറഞ്ഞത്. പക്ഷേ അതറിഞ്ഞ് മണിക്കൂറുകൾക്കകം അയാളെ പുറത്താക്കി മുസ്ലിം ലീഗ്. ഞാൻ മുസ്ലിം ലീഗ് നേതൃത്വത്തെ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നേതൃത്വത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. തെറ്റാണ് അയാൾ ചെയ്തത്. ഞങ്ങൾ ആരും അതിനെ പിന്തുണച്ചില്ല. ഒരാൾ പോലും അത് ശരിയാണ്, ആ ഭാഷ ഒരു കുഴപ്പമാണ്, അല്ലെ അടർത്തി മാറ്റിയതാണ് എന്ന് ഞങ്ങൾ ആരും ഒന്നും പറഞ്ഞില്ല. ഒരാളും, എല്ലാവരും അതിനെ ശക്തിയായി അപലപിക്കുകയും അയാളെ സസ്പെൻഷനല്ല, ആ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി, UDF കൺവീനർ സ്ഥാനത്ത് നിന്ന് പുറത്താക്കി. പക്ഷേ പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കി, അയാളില്ല. പക്ഷേ ഒറ്റ ചോദ്യമാണ് എനിക്ക്, ഒറ്റ ചോദ്യം. രമ്യ ഹരിദാസിനെതിരായി അശ്ലീല പരാമർശം നടത്തിയ വിജയരാഘവൻ പോളിറ്റ് ബ്യൂറോ മെമ്പറാ. എന്ത് നടപടിയെടുത്തു CPM? KK രമയ്ക്കെതിരായി എത്ര അധിക്ഷേപകരമായ പരാമർശം CPM-കാർ നടത്തി? ഒരു നടപടിയെടുത്തില്ല. വീണ S. നായർക്കെതിരെ നടത്തി, ഒരു നടപടിയും എടുത്തില്ല. മാധ്യമപ്രവർത്തകർ, വനിതാ മാധ്യമ പ്രവർത്തകരെ അധിക്ഷേപകരമായ അശ്ലീലകരമായ പരാമർശങ്ങൾ നടത്തി ഇവര് വേട്ടയാടിയപ്പോ ഇവരൊക്കെ എവിടെയായിരുന്നു? പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല. ഞങ്ങൾ മണിക്കൂറുകൾക്കകം ആണ് നടപടിയെടുത്തത്. ഇങ്ങനെയാണ് VD സതീശൻ പ്രതിപക്ഷ നേതാവ് ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. KC വേണുഗോപാൽ അടക്കമിരുന്ന വേദിയിലാണ് ഇതുണ്ടായത്. അതാണിപ്പോൾ നേരത്തെ പ്രതിഭ അടക്കമുള്ളവർ കൂടുതൽ സാധ്യതയായി ഉപയോഗപ്പെടുന്നത്. എന്തായാലും കായംകുളത്തെ രാഷ്ട്രീയത്തിൽ ഇതൊരു പ്രധാനപ്പെട്ട പ്രചരണ വിഷയമായി കഴിഞ്ഞു. ഒപ്പം ഇതിനെ CPM ആ സാധ്യത ഉപയോഗപ്പെടുത്തുക കൂടിയാണ്. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കായംകുളത്ത് പ്രതിഷേധ മാർച്ച് നടത്തിയിട്ടുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള രാഷ്ട്രീയ നീക്കമാണ് ഇടതുപക്ഷം പ്രത്യേകിച്ച് കായംകുളത്ത് തന്നെ നീക്കം നടത്തുന്നത്. ശരണ്യ സ്നേഹജൻ ചേരുന്നു. ശരണ്യ, എന്താണ് ഈ സംഭവത്തിൽ ഇതുവരെ ഉണ്ടായിരിക്കുന്ന നടപടികൾ? തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടപെടലുണ്ടാവുന്നു, ഒടുവിൽ ജില്ലാ കളക്ടർ കേസെടുക്കുന്നു. എന്താണ് ഇപ്പോൾ ഇതിന്റെ രാഷ്ട്രീയത്തിനപ്പുറം നടപടികളിലേക്ക് പോയിരിക്കുന്ന കാര്യങ്ങൾ? സജിത്ത്, അതീവ ഗൗരവത്തോടു കൂടി തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിഷയത്തെ നോക്കിക്കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മഹിളാ അസോസിയേഷൻ നേതാവായ PK ശ്രീമതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇലക്ഷൻ കമ്മീഷൻ ഇതിന് റിപ്പോർട്ട് നൽകുന്നതിനായി ആലപ്പുഴ ജില്ലാ കളക്ടർ ചുമതലപ്പെടുത്തിയിരുന്നു. ഇന്ന് 1 മണിക്കുള്ളിൽ റിപ്പോർട്ട് നൽകണമെന്നായിരുന്നു അദ്ദേഹത്തിന് നിർദ്ദേശം നൽകിയിരുന്നത്. 12 മണിയോടുകൂടി തന്നെ ആലപ്പുഴ ജില്ലാ കളക്ടർ ഇതിനകത്ത് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ആ റിപ്പോർട്ടിലെ പ്രധാനമായ കണ്ടെത്തൽ എന്ന് പറയുന്നത് പ്രതിഭയ്ക്കെതിരായ അപവാദ പരാമർശം അത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൽ മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനം ഈ വിഷയത്തിൽ നടന്നിട്ടുള്ളതായി കണ്ടെത്തി. അതിൽ തന്നെ ഈ ജില്ലാ കളക്ടർ, ADM, ഒപ്പം തന്നെ IT ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ഒരു ടീമാണ് ഇത് പരിശോധിച്ചത്. തുടർന്ന് കേസെടുക്കാനായി പോലീസിന് നിർദ്ദേശം നൽകുകയായിരുന്നു. മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനം, ഒപ്പം തന്നെ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് അടിസ്ഥാനരഹിതമായ പ്രസ്താവന നടത്തൽ, സ്ത്രീകളുടെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തൽ, തിരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കുന്ന വിധത്തിലുള്ള തെറ്റായ പ്രസ്താവന നടത്തൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തി കേസെടുക്കണമെന്നാണ് ഇപ്പോൾ പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. മഹിളാ അസോസിയേഷൻ കായംകുളം പോലീസിൽ പരാതി നൽകുമെന്നുള്ളത് അറിയിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ കായംകുളം പോലീസായിരിക്കും ഈ സംഭവത്തിൽ കേസെടുക്കുക. എന്തായാലും ഈ നിലവിൽ ഉദ്യോഗസ്ഥരോട് നമ്മൾ ബന്ധപ്പെടുമ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് ഈ കേസ് എടുത്താൽ തന്നെ അത് നടപടിയിലേക്ക് നീങ്ങുന്ന ഇർഷാദിനെതിരെ ആയിരിക്കും. കാരണം ആ പരിപാടി നടക്കുന്ന വേദിയിൽ സ്ഥാനാർത്ഥി M. ലിജു അടക്കമുള്ള ആളുകളില്ലായിരുന്നു. മറ്റ് UDF-ന്റെ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവർ ഇല്ലായിരുന്നു. പ്രാദേശിക ആളുകളാണ് അവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് നടപടിയിലേക്ക് ഈ ഇർഷാദ് പറഞ്ഞ അപവാദപരമായ പരാമർശത്തിനകത്ത് ലീഗ് നേതാവിനെതിരെ കേസെടുക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ലീഗ് നേതാവിനെതിരെ കേസെടുത്ത് മുന്നോട്ട് പോകാനാണ് നീക്കം. ഒപ്പം ശരണ്യ, ഇത് ഈ കായംകുളത്തെ രാഷ്ട്രീയത്തിൽ എത്ര കണ്ട് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്? കാരണം ജനാധിപത്യ മഹിളാ അസോസിയേഷൻ, പൊതുവിൽ ഇടതുപക്ഷം ഇതൊരു വലിയ ചർച്ചയാക്കുകയാണ്. കാരണം സ്ത്രീക്കെതിരായ പരാമർശത്തെ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഉന്നയിക്കുമ്പോൾ അതിൻ്റെ മറ്റൊരു പശ്ചാത്തലം കൂടിയുണ്ടല്ലോ. UDF എന്തായാലും അത് തെറ്റായി അതിനെ അപലപിച്ചു കഴിഞ്ഞു. എന്നിരുന്നാൽ കൂടിയും ഇതിനെ ഇടതുപക്ഷം കാണുന്നത് എങ്ങനെയാണ്? കായംകുളത്തെ രാഷ്ട്രീയത്തിൽ ഈ സംഭവം എങ്ങനെയാണ് പ്രതിഫലിക്കുന്നത്? സജിത്ത്, ഇതൊരു തെരഞ്ഞെടുപ്പ് പ്രചാരണ ആയുധമായി ഈ സംഭവം മാറിക്കഴിഞ്ഞിരിക്കുന്നു. കാരണം ഇന്ന് മഹിളാ അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രകടനം ഉണ്ടായിരുന്നു. ഇതിനകത്ത് മാത്രമല്ല, മുഖ്യമന്ത്രി അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം തന്നെ ഈ സംഭവത്തെ അപലപിച്ച് രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. സൈബർ കോളങ്ങളിലൊക്കെ തന്നെ ഇത് വലിയ തോതിൽ പ്രതിഭയുടെ പ്രതികരണമടക്കമുള്ള കാര്യങ്ങൾ, കണ്ണീരോടെയുള്ള പ്രതികരണമടക്കമുള്ള കാര്യങ്ങൾ വലിയ രീതിയിൽ LDF പ്രചാരണ ആയുധമായി ഉപയോഗിക്കുന്നുണ്ട്. മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പ്
കായംകുളത്തെ തെരഞ്ഞെടുപ്പ് ഇത്തവണ ഒരു വാശിയേറിയ തെരഞ്ഞെടുപ്പ് തന്നെയാണ് എന്ന് നമുക്ക് പറയാം. കാരണം അവിടെ ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന ആലപ്പുഴ ജില്ലയിലെ മണ്ഡലങ്ങളിൽ ഒന്നാണ് LDF-ഉം UDF-ഉം തമ്മിലെന്ന് തന്നെ നമുക്ക് കായംകുളത്തെ പറയാം. കഴിഞ്ഞ ദിവസങ്ങളിൽ M. ലിജു അതിവൈകാരികമായി അദ്ദേഹത്തിന്റെ, അതായത് തുടർച്ചയായ പരാജയത്തെക്കുറിച്ച് അദ്ദേഹം പ്രതികരിച്ചിരുന്നു. അതടക്കം പിന്നീട് വലിയ വാർത്തയാവുകയും സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ അത് പ്രചരിക്കുകയും ഒക്കെ ചെയ്തു. അതിന് പിന്നാലെയാണ് ഈ ഒരു സംഭവം ഉണ്ടാവുകയും അത് തികച്ചും അപലപിക്കപ്പെടുന്ന ഒരു സംഭവം ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു തിരഞ്ഞെടുപ്പിന്റെ വാശിയേറിയ പോരാട്ടത്തിൽ ഈ സംഭവത്തിന്റെ ഒരു മെറിറ്റും അതിനോടൊപ്പം തന്നെ ഇത് ഏത് രീതിയിൽ അത് തെരഞ്ഞെടുപ്പിൽ ആയുധമാക്കി ഉപയോഗിക്കാം എന്നുള്ള രീതിയിലുള്ള ഒരു പ്രചരണം കൂടി CPM-ന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നുണ്ട്. അത് കായംകുളത്ത് മാത്രമല്ല സംസ്ഥാനത്തുടനീളം UDF-നെതിരെ ഒരു പ്രചാരണ ആയുധമാക്കി മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. എങ്കിൽ പോലും ഇതിനകത്ത് UDF കുറച്ചുകൂടി ധൃതിയിൽ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത് അവർക്ക് ഗുണകരമായി മാറിയിട്ടുണ്ട്. അതായത് ഈ സംഭവം ഉണ്ടായ ഘട്ടത്തിൽ, വാർത്ത വന്ന ഘട്ടത്തിൽ തന്നെ M. ലിജു UDF-ന്റെയോ അല്ലെങ്കിൽ ലീഗിന്റെയോ ഒരു പ്രതികരണം വരുന്നതിന് മുമ്പ് തന്നെ ലിജു പ്രതിഭയോട് മാപ്പ് ചോദിച്ച് അദ്ദേഹം പരസ്യമായി മാപ്പ് ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം ആ പരിപാടി നടക്കുന്ന വേദിയിൽ ലിജു ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിലാണ് അങ്ങനെ ഒരു പ്രസംഗം നടന്നതെങ്കിൽ പോലും UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ലിജു അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം അതിന് മാപ്പ് പറയാനായി തയ്യാറായി എന്നുള്ളതാണ്. മറ്റൊന്ന് ലീഗ് സ്വീകരിച്ചൊരു നടപടിയാണ്. അവര് വളരെ പെട്ടെന്ന് തന്നെ UDF-ന്റെ ചുമതലയിൽ നിന്നും ഈ ഇർഷാദിനെ മാറ്റിയതിനോടൊപ്പം തന്നെ അന്വേഷണ വിധേയമായി അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അത്ര ദ്രുതഗതിയിൽ ഒരു നടപടി കൈക്കൊണ്ടത് UDF-നും ഗുണകരമായി മാറുന്നുണ്ട്. എങ്കിൽ പോലും ഇത് നിർണായകമായ തെരഞ്ഞെടുപ്പ് നടക്കുന്ന, വാശിയേറിയ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു മണ്ഡലത്തിൽ ഇത് മറ്റൊരു തലത്തിലേക്ക് UDF-ന് വീഴ്ച വരുന്ന രീതിയിൽ, വോട്ടർമാരെ സ്വാധീനിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ശരണ്യ സൂചിപ്പിച്ചതാണ് അതിൻ്റെ രാഷ്ട്രീയം. എന്തായാലും കായംകുളത്ത് ഇത് ആ രീതിയിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുകയാണ്. നമുക്കറിയാം, പൊതുസമൂഹത്തിന് മുന്നിൽ ഒരു സ്ത്രീക്കെതിരെ അധിക്ഷേപകരമായ പരാമർശം ആര് നടത്തിയാലും അത് തുറന്ന് എതിർക്കപ്പെടേണ്ടതാണ്. അത് എന്തായാലും നമ്മുടെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതൃത്വങ്ങൾ എല്ലാവരും ഒരേ സമീപനം ഈ വിഷയത്തിൽ സ്വീകരിച്ചു എന്നത് അങ്ങേറ്റം സ്വാഗതാർഹമാണ്. അത് എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്. ഏതെങ്കിലും താൽക്കാലിക രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി നിലപാടെടുത്തതിനെ ന്യായീകരിക്കാൻ നിൽക്കുന്നതിനപ്പുറം തുറന്നെതിർക്കുക എന്ന നയം തന്നെയാണ് സ്വീകരിക്കേണ്ടത്. അത് ഏത് പക്ഷത്തു നിന്നുണ്ടായാലും ആ സമീപനം തന്നെയാണ് ഉണ്ടാവേണ്ടതും. കഴിഞ്ഞ കാലങ്ങളിൽ അത്തരം നീക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എന്തായാലും ഈ വിഷയത്തിൽ പ്രതിപക്ഷവും അതേ നിലപാട് തന്നെ സ്വീകരിക്കുന്നു എന്നതാണ് സാഹചര്യം. അതിനുമപ്പുറം അതിന് മറ്റൊരു രാഷ്ട്രീയ വശം കൂടിയുണ്ട്. അതാണ് കായംകുളത്ത്, വലിയ രാഷ്ട്രീയ പോര് നടക്കുന്ന കായംകുളത്ത് എങ്ങനെ പ്രതിഫലിക്കുമെന്നത് കൂടിയാണ് വരും ദിവസങ്ങളിൽ നമുക്ക് അറിയേണ്ടത്. ഇനി നമ്മളൊരു അന്താരാഷ്ട്ര വാർത്തയിലേക്കാണ് പോകുന്നത്. US-ന്റെ വെടിനിർത്തൽ ഉപാധികൾ തള്ളിയ ഇറാൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് 5 ഉപാധികൾ മുന്നോട്ട് വച്ചിരിക്കുകയാണ്. പിന്നാലെ പശ്ചിമേഷ്യയിൽ ആക്രമണവും ഇവർ കടുപ്പിച്ചു കഴിഞ്ഞു. അബുദാബിയിൽ മിസൈൽ വർഷത്തിൽ 2 പേരാണ് കൊല്ലപ്പെട്ടത്. മധ്യ ഇസ്രായേലിലേക്കും ഇറാൻ ആക്രമണം നടത്തി. 6 പേർക്ക് പരിക്കേറ്റതായി എന്നതാണ് വിവരം. ടെൽ അവീവിലും ജെറുസലേമിലും ജാഗ്രതാ നിർദ്ദേശം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതേസമയം ഇറാനിയൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗ്ചിയും പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഖർ ബാലിഫിനെയും ഇസ്രയേൽ ഹിറ്റ് ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കിയത് തങ്ങളുടെ അപേക്ഷ മാനിച്ചാണെന്ന് പാകിസ്ഥാൻ അവകാശപ്പെട്ടു. അജയ് സുധാ ബിജു ചേരുന്നു. അജയ്, ഇന്നലെ നമ്മൾ ഇവിടെ കേന്ദ്ര സർക്കാർ ഒരു സർവകക്ഷി യോഗം വിളിച്ചു. ഈ സർവകക്ഷി യോഗത്തിൽ പ്രതിപക്ഷ കക്ഷികൾ ഉന്നയിച്ച ഒരു കാര്യമായിരുന്നു പാകിസ്ഥാൻ ഈ വിഷയത്തിൽ മധ്യസ്ഥ ശ്രമത്തിന് ചില നീക്കങ്ങൾ നടത്തുന്നു എന്ന കാര്യം. അത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ അത്തരമൊരു നീക്കമുണ്ടാവുന്നുണ്ട്. അതിന് കേന്ദ്ര സർക്കാർ നൽകിയ മറുപടി, പാകിസ്ഥാൻ എക്കാലവും അമേരിക്കയുടെ പക്ഷത്താണ്, അപ്പോൾ നമ്മൾ അമേരിക്കയുടെ പക്ഷത്തല്ല എന്ന കാര്യം കൂടിയാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. മറിച്ച് ഇതിൽ യുദ്ധം അവസാനിപ്പിക്കാൻ ഇടപെടണമെന്ന ആവശ്യമാണ് നമ്മൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ പാകിസ്ഥാൻ്റെ നയതന്ത്രം, പാകിസ്ഥാൻ നടത്താൻ പോകുന്ന ഈ മധ്യസ്ഥ ശ്രമങ്ങൾ അത് എത്ര കണ്ട് ഗുണപ്പെടുന്നതാണ്? അത് ഏതെങ്കിലും തരത്തിലുള്ള തുടർ ചർച്ചാ സാധ്യതകൾ ഉണ്ടാക്കുന്നതാണ്? സജിത്, ചരിത്രപരമായി തന്നെ നോക്കുകയാണെങ്കിൽ ഈ ഏഷ്യയിലുള്ള പല കാര്യങ്ങളും നേടിയെടുക്കാൻ വേണ്ടി പാകിസ്ഥാനെ അമേരിക്ക ഉപയോഗിച്ചു വരുന്നുണ്ട്. അത് പണ്ട് തൊട്ട് തന്നെ നിരവധി സംഭവങ്ങൾ എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. റഷ്യക്കെതിരെ നീക്കങ്ങൾ നടത്താനാണെങ്കിലും അതുപോലെ തന്നെ താലിബാനെ ഒതുക്കാനാണെങ്കിലും എപ്പോഴും അമേരിക്ക പാകിസ്ഥാൻ്റെ സഹായം തേടിയിട്ടുണ്ട്. അതുപോലെ പാകിസ്ഥാൻ എപ്പോഴും അമേരിക്ക ചില ഏഷ്യൻ രാജ്യങ്ങളുമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥത വഹിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെയെല്ലാം പരിഹസിച്ചുകൊണ്ട് എസ് ജയശങ്കർ
ജയശങ്കർ, നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞത് പാകിസ്ഥാനെ പോലെ ഇന്ത്യക്ക് ദല്ലാൽ പണിയെടുക്കാൻ സാധിക്കില്ല എന്നാണ്. അതായത് ഇതിനു മുൻപേയും പലതവണ പാകിസ്ഥാൻ ഇത്തരത്തിൽ അമേരിക്കയ്ക്ക് വേണ്ടി മധ്യസ്ഥത വഹിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ ഇന്ത്യ എല്ലാ കാലത്തും ചരിത്രപരമായി തന്നെ നോക്കുകയാണെങ്കിൽ ഇന്ത്യ എല്ലാ കാലത്തും മുന്നോട്ട് വെച്ചിട്ടുള്ളത് ചേരിചേരാ നയമാണ്. ഈ ചേരിചേരാ നയത്തിൽ നിന്ന് ഇന്ത്യ ഇപ്പോഴാണെങ്കിലും ലെവലേശം പിന്നോട്ട് പോയിട്ടില്ല. ആ ഒരു നയം തന്നെയാണ് ഇന്ത്യ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാന് സമാനമായി ഇതിലൊരു മധ്യസ്ഥ ചർച്ചകൾക്ക് നിന്നുകൊണ്ട് ഒരു ദല്ലാളാവാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല എന്നാണ് എസ് ജയശങ്കർ രൂക്ഷമായ ഭാഷയിൽ തന്നെ ഇതിനെപ്പറ്റി സംസാരിച്ചത്. എന്തായാലും പാകിസ്ഥാൻ മുന്നോട്ട് വെച്ച ഈ മധ്യസ്ഥ ശ്രമം അത് ഇറാൻ തള്ളിക്കളഞ്ഞുകൊണ്ട് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഒരു നാണം കെടുന്ന സാഹചര്യം കൂടി പാകിസ്ഥാന് സംജാതമായിട്ടുണ്ട്. അതായത് പാകിസ്ഥാൻ അവകാശപ്പെട്ടത് ഇസ്ലാമാബാദിൽ വെച്ച് അമേരിക്കയും ഇറാനുമായിട്ടുള്ള ഒരു മധ്യസ്ഥ ചർച്ചകൾക്ക് വേണ്ടി തങ്ങൾ നീക്കങ്ങൾ നടത്തുന്നുണ്ട്, ഇതിനുവേണ്ടി രണ്ട് രാഷ്ട്രങ്ങളിലെ നേതാക്കളുമായി സംസാരിച്ചു എന്നെല്ലാം പാകിസ്ഥാൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇറാൻ നിലവിൽ ഇത്തരത്തിലുള്ള എല്ലാ ചർച്ചകൾക്കുള്ള ഈ ഒരു ചർച്ചകൾ നടക്കുന്നു എന്നുള്ള വാദങ്ങളും തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. അതായത് തങ്ങളുടെ ചില സൗഹൃദ രാഷ്ട്രങ്ങൾ വഴി അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ചില സന്ദേശങ്ങൾ മാത്രമാണ് ഇറാന് ലഭിച്ചിട്ടുള്ളത്, അല്ലാതെ യാതൊരുവിധ ചർച്ചകളും നിലവിൽ നടക്കുന്നില്ല എന്നാണ് ഇറാൻ നിലവിൽ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ പാകിസ്ഥാൻ നിലവിൽ മുന്നോട്ട് വെച്ചിട്ടുള്ള മറ്റൊരു വാദമാണ് ഇറാന്റെ വിദേശകാര്യ മന്ത്രിയായിട്ടുള്ള അബ്ബാസ് അറക്സിയും അതുപോലെ അവരുടെ പാർലമെന്റ് സ്പീക്കറായിട്ടുള്ള മുഹമ്മദ് ബാക്കർ ഖാലിബാഫും അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഹിറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. എന്നാൽ പാകിസ്ഥാൻ ഇവരെ ഈ ഹിറ്റ് ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കണമെന്ന് US-നോട് അപേക്ഷിച്ചു. ഈ US ഇക്കാര്യം ഇസ്രായേലിനോട് പറഞ്ഞപ്പോഴാണ് ഇക്കാര്യം യാഥാർത്ഥ്യമായത്. അങ്ങനെയാണ് ഇപ്പോൾ ഈ അബ്ബാസ് അറക്സി ആണെങ്കിലും മുഹമ്മദ് ബാക്കർ ഖാലിബാഫ് ആണെങ്കിലും കൊല്ലപ്പെടാതിരിക്കുന്നത് എന്നാണ് പാകിസ്ഥാന്റെ ഒരു മുതിർന്ന പ്രതിനിധി റോയിറ്റേഴ്സിന് നൽകിയിട്ടുള്ള അഭിമുഖത്തിൽ വ്യക്തമാക്കിയിട്ടുള്ള കാര്യം. എന്തായാലും നിലവിൽ ഇക്കാര്യത്തിൽ ഇറാന്റെ ഭാഗത്ത് നിന്ന് പ്രതികരണങ്ങളൊന്നും വന്നിട്ടില്ല. അതുപോലെ ഇസ്രായേലും അമേരിക്കയും ഇതിൽ പ്രതികരിച്ചിട്ടില്ല. കഴിഞ്ഞ തവണ പാകിസ്ഥാൻ ഈ മധ്യസ്ഥ ശ്രമങ്ങൾക്ക് നീക്കം നടത്തുന്നു എന്നുള്ള ഒരു കാര്യം അത് അമേരിക്ക സ്ഥിരീകരിച്ചതാണ്. അമേരിക്ക അത് അംഗീകരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ നിലവിലുള്ള ഈ വാദത്തിൽ അവർ എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നതെന്ന് വ്യക്തമായിട്ടില്ല. അമേരിക്ക അവരുടെ ഇറാന്റെ എല്ലാ നേതാക്കളെയും കൊലപ്പെടുത്തും എന്നുള്ള വാദമാണ് നേരത്തെ പല ഘട്ടങ്ങളിലായി മുന്നോട്ട് വെച്ചിരുന്നത്. അപ്പോഴവർ ഈ ഒരു കാര്യത്തെ അംഗീകരിക്കുമോ എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ്. പശ്ചിമേഷ്യയിലെ സാഹചര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പോഴും ആക്രമണങ്ങളെല്ലാം രൂക്ഷമായി തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും വലിയ ആക്രമണങ്ങൾ ഇപ്പോൾ നടന്നിരിക്കുന്നത് ഒന്ന് UAE-ക്ക് നേരെയാണ്. അവിടെ അബുദാബിയിൽ ഒരു മിസൈലിന്റെ അവശിഷ്ടം വീണ് 2 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഈ കൊല്ലപ്പെട്ടവരുടെ വിശദാംശങ്ങൾ ലഭിച്ചിട്ടില്ല. അൺഐഡന്റിഫൈഡ് ആയിട്ടുള്ള 2 ആളുകൾ കൊല്ലപ്പെട്ടു എന്നാണ് ഭരണകൂടം വ്യക്തമാക്കിയിട്ടുള്ളത്. 3 പേർക്ക് പരിക്കുമേറ്റിട്ടുണ്ട്. ഇതോടെ UAE-യിൽ കൊല്ലപ്പെട്ട ആകെ ആളുകളുടെ എണ്ണം 11 ആയിട്ടുണ്ട് ഈ സംഘർഷങ്ങൾക്ക് ശേഷം. അതുപോലെ ഇസ്രായേലിലേക്കും ഇറാൻ ആക്രമണം കടുപ്പിച്ചിട്ടുണ്ട്. മധ്യ ഇസ്രായേലിൽ നിലവിൽ ഒരു ആക്രമണമുണ്ടായി, ഒരു മിസൈൽ ആക്രമണമായിരുന്നു. ഇതിൽ 6 പേർക്ക് പരിക്കേറ്റതായിട്ടാണ് വിവരം. മറ്റ് മരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ടെൽ അവീവ്, ജെറുസലേം തുടങ്ങിയിട്ടുള്ള നഗരങ്ങളിൽ കടുത്ത ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട്. പശ്ചിമേഷ്യയിൽ ഇപ്പോൾ സംഘർഷങ്ങൾ രൂക്ഷമായി തുടരുന്ന മറ്റൊരു പ്രദേശമാണ് ലെബനൻ. തെക്കൻ ലെബനനിലുള്ള കൂടുതൽ മേഖലകളിലേക്ക് ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ച് കൂടുതൽ പ്രദേശങ്ങൾ തങ്ങളുടെ ബഫർ സോണായി തങ്ങളുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവന്നതായിട്ടാണ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത്. വടക്കൻ ലെബനനും തെക്കൻ ലെബനനുമായിട്ടുള്ള ബന്ധം ഇതിനോടകം തന്നെ പൂർണ്ണമായി വിച്ഛേദിക്കപ്പെട്ടതായിട്ടാണ് വിവരം. അതുകൊണ്ട് തന്നെ ലെബനന് തങ്ങളുടെ സൈന്യത്തെ തെക്കൻ ലെബനിലേക്ക് അയക്കാൻ സാധിക്കുന്നില്ല. ഇങ്ങനെ തെക്കൻ ലെബനെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് ഹിസ്ബുള്ള ഗ്രൂപ്പിനെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുകയാണ് ഇസ്രായേലിന്റെ പുതിയൊരു നീക്കം എന്ന് പറയുന്നത്. അതിനായിട്ടാണ് അവർ ഈ മേഖലയിൽ നിയന്ത്രണം കടുപ്പിച്ച് കൂടുതൽ മേഖലകൾ ബഫർ സോണായി പ്രഖ്യാപിച്ച് ആക്രമണം രൂക്ഷമാക്കിയിട്ടുള്ളത്. ഇതിനിടെ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ചില പ്രതികരണങ്ങളും പുറത്തു വരുന്നുണ്ട്. അതായത് അമേരിക്ക കഴിഞ്ഞ ദിവസം ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി ഒരു 15 നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. ഇറാൻ എന്തായാലും ഇത് തള്ളിക്കളഞ്ഞിട്ടുണ്ട്. പകരം ഇറാൻ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി ഒരു 5 ഉപാധികൾ മുന്നോട്ട് വെച്ചു. ഇതിൽ പ്രധാനപ്പെട്ടതാണ് ഹോർമുസ് കടലിടുക്കിന്റെ ഒരു പരമാധികാരം ഇറാന് ഉറപ്പ് നൽകുക എന്നുള്ളത്. അതുപോലെ നിലവിലെ സംഘർഷങ്ങൾ പൂർണ്ണമായി അവസാനിപ്പിക്കണം. ഭാവിയിൽ ഇത്തരം സംഘർഷങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഒരു പ്രത്യേക സംവിധാനത്തെ രൂപീകരിക്കണം. അതുപോലെ നിലവിൽ ഈ സംഘർഷങ്ങൾ കാരണം ഇറാൻ ഉണ്ടായിട്ടുള്ള എല്ലാവിധ നാശനഷ്ടങ്ങൾ
കുടുംബങ്ങൾക്കും വേണ്ട നഷ്ടപരിഹാരം US-ഉം ഇസ്രായേലും നൽകണം. ഇപ്പറഞ്ഞവയാണ് ഇറാൻ മുന്നോട്ട് വെച്ചിട്ടുള്ള ഉപാധികൾ. എന്നാൽ ഇതിൽ US-ഉം ഇസ്രായേലും തങ്ങളുടെ പ്രതികരണങ്ങൾ അറിയിച്ചിട്ടില്ല. ഇപ്പോൾ ഈ US-ഉം ഇസ്രായേലുമായി ചർച്ചകൾ നടക്കുന്നില്ല എന്ന് തന്നെയാണ് ഇറാന്റെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് അറക്ചി തീർത്തും പറഞ്ഞിരിക്കുന്നത്. എന്നാൽ US പ്രസിഡന്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് തൻ്റെ വാദം അത് വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതായത് ഇറാനുമായി ചർച്ചകൾ നടക്കുന്നു എന്ന് തന്നെയാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. ഇപ്പോൾ നിലവിൽ ഇറാനുമായി സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നു. എന്നാൽ അവരുടെ രാഷ്ട്ര നേതാക്കൾ ഇത് സമ്മതിക്കാത്തത് ജനരോഷം ഭയന്നാണ് എന്നാണ് ട്രംപ് പറയുന്നത്. അതായത് ഈ ഇത്തരത്തിൽ ചർച്ചകൾ നടക്കുന്നതായി ഒരു വാർത്ത ഇറാനിൽ പരക്കുകയാണെങ്കിൽ അവിടെയുള്ള ജനങ്ങൾ ചിലപ്പോൾ നേതാക്കൾക്കെതിരെ തിരിഞ്ഞേക്കാം. ഈ ഒരു സംശയം കാരണമാണ് അവിടെയുള്ള നേതൃത്വം ഇത്തരം ചർച്ചകൾ നടക്കുന്നില്ല എന്നുള്ള പ്രതികരണം മാധ്യമങ്ങൾ വഴി നടത്തുന്നത് എന്നാണ് ട്രംപ് പറയുന്നത്. എന്തായാലും ട്രംപിൻ്റെ ഈ ഒരു അവകാശവാദത്തിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി ആയിട്ടുള്ള കരോലിൻ ലെവിറ്റിൻ്റെ പ്രതികരണം. കരോലിൻ ലെവിറ്റ് പറയുന്നത് ഈ ഇറാൻ എത്രയും വേഗം നിരുപാധികം കീഴടങ്ങണം, അല്ലെങ്കിൽ US ഇപ്പോഴുള്ളതിൻ്റെ ഇരട്ടിയിലധികം വലിയ പ്രഹരം ഇറാന് മേൽ ഏൽപ്പിക്കും എന്നാണ് കരോലിൻ ലെവിറ്റ് പറയുന്നത്. ഇതിലൊരു വലിയ ചോദ്യമുള്ളതെന്ന് പറഞ്ഞാൽ ഇറാൻ ഒരു സമാധാന ചർച്ചകൾക്കായി ഇപ്പോൾ സമാധാന ചർച്ചകൾക്ക് തുനിഞ്ഞ് ഇത്തരമൊരു ചർച്ചകൾ പുരോഗമിക്കുകയാണെങ്കിൽ എന്തിന് ഇത്തരമൊരു കോംപ്രമൈസിന് തയ്യാറായിട്ടുള്ള രാജ്യത്തിന് മേൽ ആക്രമണം നടത്തണം എന്നുള്ളൊരു വലിയൊരു ചോദ്യമുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ട്രംപ് പറയുന്നതല്ല അവിടെയുള്ള ഉദ്യോഗസ്ഥർ പറയുന്നത്. അത് നേരത്തെ തന്നെ പല കാര്യങ്ങളിലും വ്യക്തമായിരുന്നു. നേരത്തെ പീറ്റ് ഹെഗ്സെറ്റിൻ്റെ ഒരു പരാമർശം വന്നത് യുദ്ധം ഇപ്പോഴൊന്നും അവസാനിക്കില്ല, ഇനിയും ആഴ്ചകൾ നീളും എന്നാണ് പീറ്റ് ഹെഗ്സെറ്റ് പറഞ്ഞത്. എന്നാൽ ട്രംപ് പറയുന്നത് യുദ്ധം ഉടൻ അവസാനിക്കാൻ പോകുന്നു എന്നാണ്. ഇത്തരത്തിൽ അമേരിക്കൻ പ്രസിഡന്റും അതുപോലെ അവിടുത്തെ ഉദ്യോഗസ്ഥരും തമ്മിലുള്ള വാക്കുകൾ തന്നെ ഒരു വലിയ വൈരുദ്ധ്യം നിലനിൽക്കുന്നുണ്ട് എന്നതാണ് ഇക്കാര്യത്തിലെ വലിയ രസകരമായിട്ടുള്ളൊരു വിഷയം. ഇതിൽ ആര് പറയുന്നത് വിശ്വസിക്കും എന്നുള്ളതൊന്നും നിലവിൽ നമുക്ക് നോക്കുമ്പോൾ നമുക്ക് വ്യക്തമായ കാര്യമല്ല. എന്തായാലും പശ്ചിമേഷ്യയിൽ നിലവിലും ഈ പോരാട്ടങ്ങളെല്ലാം ഒരു മാറ്റവുമില്ലാതെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. യെസ്, ഇതിൻ്റെ ചുരുക്കം ഇതാണ്. അമേരിക്കയുടെ യുദ്ധതന്ത്രത്തിൽ വലിയ പാളിച്ച പറ്റിയോ എന്ന ചോദ്യമാണ്. അജയ് സൂചിപ്പിക്കുന്നത് പോലെ ഒരേ സമയം ചർച്ച നടത്തുന്നു, അനുനയപ്പെടണമെന്ന വാദമുയർത്തുമ്പോൾ മറുഭാഗത്ത് കരയുദ്ധം ആരംഭിക്കുമെന്ന വെല്ലുവിളി നടത്തുന്നു. അത് ഏത് തരം യുദ്ധതന്ത്രം എന്ന ചോദ്യമാണ്. ഒരു കാര്യം വ്യക്തമാണ്, ഇത്ര നീണ്ടു നിൽക്കുന്ന ഒരു പോരാട്ടത്തിലേക്ക് പോവേണ്ടി വരുമെന്ന് അമേരിക്കയും ഇസ്രയേലും കരുതിയിട്ടുണ്ടാവില്ല. കാരണം ഇറാൻ എന്ന കൊച്ചു രാജ്യം അവർ പിടിച്ചു നിൽക്കുകയാണ്, അവർ ചെറുക്കുകയാണ്, കൂടുതൽ ഇടങ്ങളിലേക്ക് ആക്രമണം നടത്താൻ തയ്യാറാവുകയാണ്. അങ്ങനെ ഈ സാഹചര്യങ്ങൾ നീണ്ടുപോകുന്നു എന്നാണ് അവസ്ഥ. എന്തായാലും ലോകക്രമങ്ങളെ പൂർണ്ണമായും ബാധിക്കുന്ന അവസ്ഥയിലേക്ക് ഇത് പോയി എന്നതാണ് മറ്റു രാജ്യങ്ങളുടെയും ആശങ്ക. നമ്മുടെ ഇന്ത്യയിൽ പോലും ഇതുണ്ടാക്കുന്ന പ്രതിസന്ധി ഒട്ടും ചെറുതല്ല. പല രീതിയിലുള്ള നഷ്ടങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഇന്ധന പ്രതിസന്ധികൾ ഒരു വശത്തുണ്ടാവുന്നുണ്ട്, മറ്റു രീതികൾ ഉണ്ടാവുന്നുണ്ട്. പുതിയ വരുന്ന കണക്കുകളനുസരിച്ച് ലോകത്തെ വിനോദസഞ്ചാരികളുടെ എണ്ണം വലിയ രീതിയിൽ കുറയുന്നുണ്ട്. വിനോദസഞ്ചാരം എന്ന ഒരു വലിയ സാധ്യതയായി കൊണ്ട് നടക്കുന്ന രാജ്യങ്ങൾക്ക് ഉണ്ടാക്കുന്ന നഷ്ടം അതൊട്ടും ഇല്ലാതെ ചെറുതല്ല. കാരണം ലോകത്തെ വിനോദസഞ്ചാരികൾ രാജ്യത്തിന് പുറത്തേക്ക് സഞ്ചരിക്കാൻ മടിക്കുകയാണ്. കാരണം അക്രമ സംഭവങ്ങൾ നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, മിസൈൽ അറ്റാക്കുകൾ ഉണ്ടാകുന്നു, അത് സ്വാഭാവികമായും ആളുകൾ കുടുങ്ങിപ്പോകുന്ന അവസ്ഥയുണ്ടാകുന്നു. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. എന്തായാലും പശ്ചിമേഷ്യയിൽ സമാധാനമുണ്ടാവാനുള്ള കൃത്യമായൊരു നീക്കം ഇതുവരെയും ഉണ്ടായിട്ടില്ല. അത്തരമൊരു ചിത്രം തെളിഞ്ഞിട്ടില്ല എന്നതാണ് സാഹചര്യം. അമേരിക്ക അവകാശപ്പെടുന്നത് പോലെയല്ല ഇറാൻ്റെ പ്രതികരണം. മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ അതിനു മുമ്പ് നമുക്കൊരു ചെറിയ ഇടവേള എടുക്കുക. ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരാം. മടങ്ങി വരുമ്പോൾ മറ്റൊരു വാർത്തയിലേക്ക് കടക്കുകയാണ്. ആലുവ അതുൽ കൊലക്കേസിൽ പ്രതികളുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. പ്രതികളെ കൊലപാതകം നടന്ന കരുനാഗപ്പള്ളി പുതിയകാവിൽ എത്തിച്ചായിരുന്നു തെളിവെടുപ്പ്. 10 പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യലിനും തെളിവെടുപ്പിനുമായി കസ്റ്റഡിയിൽ വാങ്ങിയിരുന്നു. ഗുണ്ടാ നേതാവ് ആലുവ അതുലിൻ്റെ കൊലപാതകത്തിൽ 11 പ്രതികളാണ് ഇതുവരെ അറസ്റ്റിലായത്. വിനീഷ് ചേരുന്നു. വിനീഷ്, എന്താണ് പോലീസിന്റെ നീക്കം? തെളിവെടുപ്പ് എപ്പോഴാണ് നടന്നത്? സജിത്ത്, ജിം സന്തോഷ് വധക്കേസിലെ മുഖ്യപ്രതിയാണ് അലുവ അതുലിനെയാണ് പട്ടാപ്പകൽ നട റോഡിൽ വെട്ടിക്കൊലപ്പെടുത്തിയത്. വലിയ ഒരു സംഭവമായിരുന്നു, വലിയൊരു കേസായിരുന്നു. ഈ കേസിൽ 10 പേരാണ് നിലവിൽ പോലീസ് പിടികൂടിയത്. 11ാമനെയും പോലീസ് പിടികൂടിയിട്ടുണ്ട്. അത് ഇവർക്ക് സഹായം നൽകിയ ഒരാളെയാണ്. അങ്ങനെ മൊത്തത്തിൽ 11 പ്രതികളാണ് ഈ കേസിൽ പിടിയിലായത്. ഈ കേസിൽ തന്നെ നേരിട്ട് പങ്കുള്ള 6 പേരാണ്
നമുക്കതിൻ്റെ ദൃശ്യങ്ങൾ തന്നെ കാണാൻ കഴിയും. അങ്ങനെ 6 പേരാണ് ഇന്ന് പോലീസ്, കരുനാഗപ്പള്ളി പോലീസ് സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പുകൾ നടത്തിയത്. കാരണം ഇതിനകത്ത് CCTV ദൃശ്യം മാത്രമായിരുന്നു ഏറ്റവും വലിയൊരു തെളിവ്. അതിൽ ആക്രമിക്കാൻ ഇറങ്ങുകയും അലുവ അതുലിൻ്റെ വാഹനത്തെ ഇടിച്ചു തെറിപ്പിച്ച് അലുവ അതുലിനെ വെട്ടിക്കൊലപ്പെടുത്തുകയും ചെയ്യുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. ഇതിൽ കൂടുതൽ വ്യക്തത വരാനുണ്ടായിരുന്നു. കാരണം ഒരു താഴ്ചയിലേക്ക് വാഹനം മറിയുന്നു, അവിടെയിട്ടാണ് ഈ കൃത്യം നടത്തിയിരിക്കുന്നത്. അപ്പോൾ ആരെല്ലാമാണ് ഈ കൃത്യത്തിൽ കൃത്യമായി പങ്കെടുത്തത്, അതുപോലെ തന്നെ എങ്ങനെയാണ് ആക്രമണം നടത്തിയതെന്നതടക്കം പോലീസിന് അറിയേണ്ടതായിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് അലുവ അതുലിനെ വകവരുത്തിയ 6 പ്രതികളെ, അനീർ, അതുപോലെ തന്നെ അഫ്സൽ, വിഷ്ണു അടക്കം 6 പ്രതികളെയാണ് സംഭവ സ്ഥലത്ത് ഇന്ന് എത്തിച്ചത്. അപ്പോൾ പോലീസിനോട് അവർ വിശദമായി തന്നെ വിവരിച്ച് നൽകുകയും ചെയ്തു. ആക്രമിച്ച രീതികൾ, ഒരാൾ കാലിൽ വെട്ടിയെന്നും മറ്റൊരാൾ വിഷ്ണു എന്ന ആൾ തലയിൽ വെട്ടി എന്നും ആണ് പറയുന്നത്. മരണം ഉറപ്പുവരുത്തിയതിനു ശേഷം അവിടെ നിന്നും രക്ഷപ്പെട്ടു എന്നതടക്കമുള്ള മൊഴിയാണ് പോലീസിന് നൽകിയത്. അപ്പോൾ അതിൽ കൃത്യത പോലീസിന് വന്നു. തുടർന്നാണ് ഇവർ ഒളിവിൽ പാർത്ത കൊട്ടാരക്കരയിലുള്ള ഒരു പാറക്കോറിയിൽ ഒളിവിൽ പാർത്തിരുന്ന വാളകത്തുള്ള സംഭവ സ്ഥലത്തും അവിടെയും എത്തിച്ച് പ്രതികളെ വിശദമായ തെളിവെടുപ്പുകൾ ഇന്ന് പൂർത്തിയാക്കിയിട്ടുണ്ട്. തുടർന്നാണ് ഇതിൻ്റെ ഒരു ചോദ്യം ചെയ്യൽ ഉണ്ടാവുക. 5 ദിവസത്തെ കസ്റ്റഡിയിലേക്കാണ് ഈ പ്രതികളെ പോലീസ് വാങ്ങിയത്. വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷമാകും തിരിച്ച് കോടതിയിൽ ഹാജരാക്കുക. സജിത്ത്, ഇത് വളരെ ഗൗരവമേറിയ ഒരു വിഷയമാണ്. കാരണം നമുക്കറിയാം, ജിം സന്തോഷ് എന്ന ഒരു ഗുണ്ടാ നേതാവിനെ അലുവ അതുൽ എന്ന മറ്റൊരു ഗുണ്ട കഴിഞ്ഞ വർഷമാണ് വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തിയത്. ഇതിൻ്റെ ഒരു കുടിപ്പക എന്നോണമാണ് തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളെല്ലാം ഉണ്ടായത്. അന്ന് അനീർ എന്നു പേരുള്ള ഒരാളെയും കൂടി ഇവർ വകവരുത്താൻ ശ്രമിച്ചിരുന്നു. നടുറോഡിലിട്ട് ബൈക്ക് തടഞ്ഞു നിർത്തി വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമം നടത്തി. അതിൻ്റെ വിരോധമാണ് ഇപ്പോഴുള്ള ഈ അക്രമം നടത്തിയതെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ അനീർ, ഇതിലെ മുഖ്യപ്രതിയായ അനീറിനെയും സംഭവ സ്ഥലത്ത് എത്തിച്ചിരുന്നു. അനീറിൻ്റെ നിർദ്ദേശപ്രകാരമാണ് അലുവ അതുലിനെ വെട്ടിക്കൊലപ്പെടുത്തിയതെന്നാണ്. അലുവ അതുൽ ജിം സന്തോഷ് വധക്കേസിലെ മുഖ്യപ്രതിയായിരുന്നു. റിമാൻഡിൽ ഇറങ്ങുകയും പോലീസ് സ്റ്റേഷനിൽ പോയി നിയമപരമായിട്ടുള്ള ഒപ്പ് വെച്ചതിന് ശേഷം വീട്ടിലേക്ക് ഉള്ള യാത്രയിൽ അയാളുടെ കാറിൽ മടങ്ങുന്ന സമയത്തായിരുന്നു ഗുണ്ടാ സംഘങ്ങൾ, അനീറിന്റെ നേതൃത്വത്തിലുള്ള ഗുണ്ടാ സംഘങ്ങൾ പിന്നിലൂടെ ഒരു ഇന്നോവ കാറിൽ വരികയും ഈ സ്വിഫ്റ്റ് കാർ ഇടിച്ചു തെറിപ്പിക്കുകയും ചെയ്തു. ഈ സ്വിഫ്റ്റ് കാറിലുണ്ടായിരുന്ന അലുവ അതുലും ഒരു സഹായിയും, അലുവ അതുലിൻ്റെ ഒരു കൂട്ടുപ്രതിയാണ്. ഇവരെ രണ്ടുപേരെയും ആക്രമിക്കുകയായിരുന്നു. അപ്പോൾ ഈ കൂട്ടുപ്രതിയിൽ നിന്നും കിട്ടിയ ചില നിർണായകമായ വെളിപ്പെടുത്തലുകൾ അനുസരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് മറ്റു പ്രതികളെല്ലാം പിടികൂടാൻ സാധിച്ചത്. നമുക്കറിയാം, അത് വലിയ വാർത്തയായതായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ച വലിയ സംഭവമായിരുന്നു. കോട്ടയത്ത് നിന്നും എല്ലാ പ്രതികളെയും നാട്ടുകാരുടെ സഹായത്തോടുകൂടി പോലീസ് പിടികൂടുകയും കരുനാഗപ്പള്ളി പോലീസിന് കൈമാറുകയും ചെയ്ത സംഭവങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അപ്പം ഇതിൻ്റെ തുടർച്ച എന്നോണമാണ് ഇപ്പോൾ ഇതിൻ്റെ നടപടിക്രമങ്ങൾ എന്നോണമാണ് പോലീസ് സംഭവ സ്ഥലത്ത് തെളിവെടുപ്പുകൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. തുടർന്നാകും ചോദ്യം ചെയ്യൽ. കാരണം ഇവരുടെ സാമ്പത്തിക സ്രോതസ്സുകൾ അടക്കം പോലീസ് അന്വേഷിച്ചു വരുന്നുണ്ട്. ഇവർക്ക് മറ്റേതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ടോ, ഈ അക്രമത്തിൽ വേറെ പുറത്തുനിന്ന് എന്തെങ്കിലും സാമ്പത്തികം വന്നിട്ടുണ്ടോ എന്നടക്കം പരിശോധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ ഗൂഢാലോചന നടന്നതായിട്ട് പോലീസ് തുടക്കം തന്നെ കണ്ടെത്തിയിരുന്നു. ആരെല്ലാമാണ് ഗൂഢാലോചന നടത്തിയതെന്നടക്കമുള്ള പോലീസ് കൃത്യമായിട്ട് പരിശോധനകൾ നടക്കുന്നു, ചോദ്യം ചെയ്യലുകൾ നടക്കുന്നു. ഇവരെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നു, വെവ്വേറെ ചോദ്യം ചെയ്യുന്നു. അങ്ങനെ ഇതിൻ്റെ മൊഴികളിലുണ്ടാകുന്ന പൊരുത്തക്കേടുകൾക്കനുസരിച്ചുള്ള തുടർന്നുള്ള നടപടിക്രമങ്ങളെല്ലാം തന്നെ പോലീസ് നടത്തി വരുന്നുണ്ട്. എന്തായാലും 5 ദിവസത്തെ കസ്റ്റഡിയിലേക്കാണ് പോലീസ് ഇവരെ വാങ്ങിയത്. അപ്പോൾ തെളിവെടുപ്പുകൾ പൂർത്തിയാക്കിയതിനു ശേഷമാകും കോടതിയിൽ ഹാജരാക്കുക. സജിത്ത്, വിനീഷ്, ഈ 11 പ്രതികൾ മാത്രമാണോ ഈ സംഭവത്തിലുള്ളത്? നമുക്ക് ആ CCTV ദൃശ്യങ്ങൾ തന്നെ കേസിൽ നേരിട്ടിടപെട്ട, ഈ കൊലപാതകത്തിൽ നേരിട്ടിടപെട്ട പ്രതികളെ തിരിച്ചറിയാനാവുന്നുണ്ട്. അതിനപ്പുറം മറ്റെന്തൊക്കെ ഗൂഢാലോചനകൾ, മറ്റേതെങ്കിലും പ്രതികളെ ഈ കേസിൽ ഇനി പിടികൂടാനുണ്ടോ? അതാണ് സാഹചര്യം. എന്തായാലും വളരെ ക്രൂരമായ സിനിമ സ്റ്റൈലിലുള്ള കൊലപാതകമാണ് നടന്നത്. ഓടുന്ന വാഹനം അത് ഇടിച്ചിടുക, ഒടുവിൽ ചാടിയിറങ്ങിപ്പോയി പ്രതിയെ വെട്ടിക്കൊള്ളുക. കൊല ചെയ്യപ്പെട്ട വ്യക്തിയും മറ്റൊരു കേസിലെ പ്രതിയാണ് എന്നതുകൂടിയാണ് സാഹചര്യം. എന്തായാലും ഗുണ്ടാ സംഘങ്ങളുടെ കുടിപ്പകയാണ് ഈ ഒരു സംഭവത്തിന് ഇടവച്ചിരിക്കുന്നത് എന്നതാണ് സംഭവം. അലുവ അതുൽ എന്ന ഗുണ്ട മറ്റൊരു കേസിൽ പ്രതിയായ വ്യക്തിയാണ്. കൊല ചെയ്യപ്പെട്ട് 11 പ്രതികളാണ്. ഇയാളെ 11 പ്രതികളെയും തെളിവെടുത്തു. ഇനി കസ്റ്റഡിയിലുണ്ട്. വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷമായിരിക്കും വീണ്ടും കോടതിയിൽ ഹാജരാക്കുക.
മറ്റൊരു വാർത്തയിലേക്ക് നമ്മൾ വരികയാണ്. ശബരിമല കൊടിമര പുനർനിർമ്മാണ ക്രമക്കേട് കേസ് അവസാനിപ്പിച്ചു ഹൈക്കോടതി. കേസെടുക്കാൻ തെളിവില്ലെന്ന് വിജിലൻസ് ആണ് കോടതിയെ അറിയിച്ചത്. റിപ്പോർട്ട് പരിഗണിച്ചുകൊണ്ടാണ് കോടതിയുടെ നടപടി. അതേസമയം ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ SIT ഹൈക്കോടതിയിൽ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു. ആജ്ഞ, രണ്ട് കാര്യങ്ങളാണ്. ആദ്യം നമുക്ക് ഈ കൊടിമര പുനർനിർമ്മാണ കേസിലേക്ക് വരുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവം കൂടിയാണല്ലോ. ശബരിമലയിലെ സ്വർണ്ണ കടത്ത് വാർത്തയ്ക്കൊപ്പമാണ് കൊടിമര പുനർനിർമ്മാണ കേസും ഉയർന്നു വരുന്നത്. അതിൽ പ്രതിയാവുന്നതാവട്ടെ UDF കാലത്തെ ഭരണസമിതിയാണ്. എന്തായാലും വിജിലൻസിന്റെ അന്വേഷണത്തിൽ ഒരു തെളിവുകളും ഇല്ല എന്ന റിപ്പോർട്ടാണോ കോടതിക്ക് മുന്നിലേക്ക് എത്തിയത്? എന്താണ് ഈ വിജിലൻസിന്റെ കണ്ടെത്തലിന്റെ കാതൽ? സജിത്ത്, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ത്വരിതാന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ ഹാജരാക്കണമെന്നായിരുന്നു ഹൈക്കോടതി ഉത്തരവ്. അത് വിജിലൻസ് അന്വേഷിച്ച ശേഷം ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് 412 ഗ്രാം സ്വർണത്തിന്റെ കാര്യത്തിലായിരുന്നു സംശയമുണ്ടായിരുന്നത്. 412 ഗ്രാം സ്വർണമാണ് 27 പേരായിട്ട് പല ഭക്തന്മാർ ഈ ക്ഷേത്രത്തിലേക്ക് കൊടിമര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സംഭാവന ചെയ്തതാണ്. അതിന് കൃത്യമായ റെസിപ്റ്റ് നൽകിയിട്ട് തന്നെയാണ് സ്വർണം സ്വീകരിച്ചിട്ടുള്ളതെന്നും, അതുമാത്രമല്ല കൊടിമരത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ബാജിവാഹനവും അഷ്ടദിക്പാലകരുടെയൊക്കെ നിർമ്മാണത്തിനായി ഈ സ്വർണം ഉപയോഗിച്ചിട്ടുണ്ട്. അത് കൃത്യ അളവിൽ തന്നെ 412 ഗ്രാം തന്നെ അതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിൽ 27 പേരായിരുന്നു സംഭാവന നൽകിയിരുന്നത്. 23 പേരുമായി ഇതുമായി അവരുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്തിയിട്ടുണ്ട്. 4 പേരുടെ വിവരങ്ങൾ ലഭ്യമല്ല എന്നുമാണ് വിജിലൻസ് കോടതിയിൽ അറിയിച്ചിരിക്കുന്നത്. ഇതിന്റെ ഒരു സാഹചര്യത്തിൽ ഇതുമായി മുന്നോട്ട് പോകേണ്ടുന്ന ഒരു സാഹചര്യവുമില്ലെന്ന് തന്നെയാണ് കോടതി വിലയിരുത്തുന്നത്. അതുമാത്രമല്ല, ഈ ഹർജി തീർപ്പാക്കുന്ന ഒരു നീക്കത്തിലേക്ക് തന്നെയാണ് ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട് കടന്നത്. സജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വലിയ വിവാദത്തിന്റെ മുന്നിൽ CPM നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ LDF സർക്കാർ നിൽക്കുന്ന സാഹചര്യത്തിലാണ് ആ കാലത്ത് സ്വർണ്ണ കൊടിമരത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട UDFന്റെ മെമ്പർമാരുണ്ടായിരുന്ന UDF ഭരണസമിതി ഉണ്ടായിരുന്ന കാലഘട്ടത്തിലേക്കും ഇത്തരത്തിൽ ആരോപണ വിധേയരാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അവരെ കൂടി ഇത്തരത്തിൽ അഴിമതിയുടെ മുൾമുനയിൽ നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണങ്ങൾ പുറത്തു വന്നത് അങ്ങനെയാണ്. ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് നമ്മളോട് ആ കാലഘട്ടത്തിലെ ദേവസ്വം മെമ്പറായിരുന്ന അജയ് തറയിൽ ഇതിൽ കൃത്യമായ തെരഞ്ഞെടുപ്പ് തന്ത്രമാണ്, രാഷ്ട്രീയ തന്ത്രമാണ്, അതാണ് പാളിപ്പോയത് എന്നുള്ള തരത്തിലുള്ള പ്രതികരണവും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും വന്നിരുന്നു. കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ട കാലത്തെ SP കുറിപ്പ് അതിന്റെ കൃത്യമായ രേഖകൾ വ്യക്തമാക്കിയിരുന്നതാണ്. മാത്രമല്ല, ഇത്തരം ആരോപണങ്ങൾ ഉയർന്നിരുന്ന സാഹചര്യത്തിലും തങ്ങളിത് ഈ കൊടിമര പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട രേഖകൾ, കണക്കുകൾ കൃത്യമായി തന്നെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളതാണെന്നും അജയ് തറയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് തന്നെയാണ് ഇപ്പോൾ വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നതും അങ്ങനെയാണ്. വിജിലൻസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥൻ കോടതിയിൽ നേരിട്ടെത്തി സീൽ വെച്ച കവറിലാണ് ഈ അന്വേഷണ റിപ്പോർട്ട്, ത്വരിതാന്വേഷണ റിപ്പോർട്ട് ഹാജരാക്കിയിരിക്കുന്നത്. എന്തായാലും കൊടിമര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അതിൽ ക്രമക്കേടില്ല എന്നുള്ള കണ്ടെത്തലാണ് സംസ്ഥാന വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ അതായത് തുടർ അന്വേഷണത്തിന് ആവശ്യമില്ല എന്നാണ് കോടതിയുടെ നിരീക്ഷണം. ഹർജി ഹൈക്കോടതി തീർപ്പാക്കുകയും ചെയ്തിട്ടുണ്ട്. സജിത്ത്, ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി, SITയുടെ മറ്റൊരു റിപ്പോർട്ട് കോടതിക്ക് മുന്നിൽ എത്തുകയാണല്ലോ. അതായത് സ്വർണ്ണമോഷണം. ഇതിൽ SITയുടെ ഇത്തവണത്തെ ഈ ഇടക്കാല റിപ്പോർട്ടിൽ ചില സുപ്രധാനമായ കണ്ടെത്തലുകൾ ഉണ്ടാകുമെന്ന സൂചനകൾ ഉണ്ടായിരുന്നു. അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ടോ? ഈ റിപ്പോർട്ടിൻ്റെ SIT റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം എന്താണ്? അതിൽ എന്തെങ്കിലും വ്യക്തത വന്നിട്ടുണ്ടോ? സജിത്ത്, ഈ ഹൈക്കോടതി സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് സ്വമേധയാ സ്വീകരിച്ച ഹർജിയിലാണ് ഇന്ന് SIT അന്വേഷണ പുരോഗതി റിപ്പോർട്ടുമായി കോടതിയിൽ ഹാജരായത്. SIT SP S ശശിധരനാണ് ഇന്ന് കോടതിയിൽ ഹാജരായിട്ടുള്ള. SIT അംഗമായിട്ടുള്ള S ശശിധരനാണ് ഇത് സീൽ വെച്ച കവറിൽ കോടതിയിൽ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഹാജരാക്കിയിട്ടുള്ളത്. മാർച്ച് 31-നകം അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാമെന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു SIT. പക്ഷേ അതിന് വീണ്ടും സമയം ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും ജംഷഡ്പൂരിലെ ലാബിൽ
ഇതുമായി ബന്ധപ്പെട്ട സ്വർണ്ണപ്പാളികളുടെ പരിശോധനാ ഫലം വരാനുണ്ട്. അതുമായി ബന്ധപ്പെട്ട വീണ്ടും SITക്ക് ഒരു തവണ കൂടി പ്രതികളെയെല്ലാം ചോദ്യം ചെയ്യേണ്ടുന്ന സാഹചര്യം ഉണ്ടാകും. അത്തരം ഒരു സമയ ക്രമം കൂടി പാലിച്ച് വേണം SITക്ക് അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാൻ. അതുകൊണ്ട് തന്നെ ഇനിയും സമയം ആവശ്യമുണ്ട് എന്ന് തന്നെയാണ് കോടതിയിൽ ബോധ്യപ്പെടുത്തിയിരിക്കുന്നത്. അത് മാത്രമല്ല, ഈ ഇൻ ക്യാമറ പ്രൊസീഡിംഗ്സ് ആണ് രാവിലെ നടന്നത്. അതിനുശേഷം വിധിപ്പകർപ്പ് വന്നാൽ മാത്രമേ നമുക്ക് ഈ കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരികയുള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് എന്ത് നടപടി സ്വീകരിച്ചു എന്നുള്ള കാര്യങ്ങൾ ഇനിയും വ്യക്തമാകാനുണ്ട്. എന്തായാലും SIT ഈ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. അന്വേഷണം നീട്ടാൻ അതായത് കുറ്റപത്രം സമർപ്പിക്കാൻ കുറച്ച് സമയം കൂടി SIT കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. അത് അടിസ്ഥാനപരമായി ഈ ജംഷഡ്പൂരിലെ ലാബിൽ നിന്നുള്ള റിസൾട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അത് കൂടുതൽ പരിശോധനകൾ വേണ്ടിവരുമെന്നുള്ളതാണ് നിരീക്ഷണം. സജിത്ത്. യെസ്, എന്തായാലും ഞാൻ സൂചിപ്പിച്ചതാണ് ആ പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ അന്വേഷണ റിപ്പോർട്ട് അന്തിമമായി മാർച്ച് 31 മുമ്പ് തീരില്ല എന്നൊരു കാര്യം കൂടി SIT കോടതിയുടെ മുന്നിൽ അറിയിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ സമയം ദീർഘിപ്പിച്ച് നൽകുമോ? ഇടക്കാല റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം എന്താണ്? ഇതിൽ എന്തെങ്കിലും കണ്ടെത്തൽ പുതിയതായിട്ടുണ്ടോ? എന്തായാലും കോടതി ഇത് പരിഗണിക്കുകയാണ്. പരിഗണിച്ച ശേഷം ഒരുപക്ഷേ ഇന്ന് തന്നെ കോടതിയുടെ കണ്ടെത്തലും കോടതിയുടെ നിരീക്ഷണവും സംബന്ധിച്ചൊരു വ്യക്തത ഉണ്ടാകുമെന്ന് കരുതാം. ഒപ്പം SITയുടെ വാദങ്ങൾ ആവശ്യം കോടതി അംഗീകരിച്ചുമോ എന്നും അറിയാം. തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇടക്കാല റിപ്പോർട്ട് എത്തുന്നത് എന്ന പ്രത്യേകതയുമുണ്ട്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയധികം സ്വാധീനിക്കപ്പെട്ട ചർച്ച ചെയ്യപ്പെട്ട വിഷയം കൂടിയാണ് ശബരിമല സ്വർണ്ണമോഷണം. അതുകൊണ്ടുകൂടി ഇപ്പോഴത്തെ കോടതി നടപടികൾക്ക്, നീക്കങ്ങൾക്ക് വലിയ രാഷ്ട്രീയ പ്രാധാന്യം കൂടിയുണ്ട്. കോടതിയുടെ കണ്ടെത്തലുകളും നിരീക്ഷണവും ഉടൻ തന്നെ നമുക്കറിയാനാണ്. മറ്റൊരു വാർത്ത. കൊച്ചി എടയാറിൽ വ്യവസായ സ്ഥാപനത്തിൽ തീപിടുത്തത്തിൽ ഒരു മരണം. ബീഹാർ സ്വദേശി ശത്രുമുഖ്യയാണ് മരിച്ചത്. പാതാളം PG ലൂബ്രിക്കൻസിലാണ് തീപിടുത്തമുണ്ടായത്. പൊട്ടിത്തെറിക്ക് പിന്നാലെയാണ് തീപിടിച്ചത്. 39 തൊഴിലാളികളെ രക്ഷപ്പെടുത്തി. 6 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. നവമി ദിനേശ് ചേരുന്നു. നവമി, ഭയപ്പെടുത്തുന്ന തീപിടുത്തമാണ് ഉണ്ടായത്. ആ ദൃശ്യങ്ങൾ തന്നെ എത്ര വലിയ തീപിടുത്തമാണ് അവിടെ ഉണ്ടായതെന്ന് ശരിവെക്കുന്നതാണ്. ഒരു തൊഴിലാളി മരണപ്പെട്ടത് എങ്ങനെയാണ്? ഒപ്പം അവിടെ നടന്ന രക്ഷാപ്രവർത്തനം, മറ്റ് വിശദാംശങ്ങൾ. സജിത്താലും ഫയർഫോഴ്സിന്റെ കൃത്യമായ ഇടപെടൽ കൊണ്ട് തന്നെയാണ് വലിയൊരു ദുരന്തം ഒഴിവായത്. കാരണം നിരവധി തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ഒരു വ്യവസായ മേഖലയാണ്. അവിടെയും ഇത്രയും വലിയ തീ പിടിക്കുമ്പോൾ സ്വാഭാവികമായും ആളുകളൊക്കെ ജോലി ചെയ്യുന്നതും അവരിലേക്ക് തീ പടരാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ്. പക്ഷെ കൃത്യമായിട്ടുള്ള രക്ഷാപ്രവർത്തനം അവിടെ നടന്നതുകൊണ്ട് മാത്രമാണ് വലിയ ഒരു ദുരന്തം ഒഴിവായതെന്ന് നമുക്ക് പറയാൻ സാധിക്കും. രാവിലെ 9:30 കൂടിയായിരുന്നു ലൂബ്രിക്കൻസ് എന്ന ഓയിൽ കമ്പനിയിൽ ഈ തീപിടുത്തം ഉണ്ടായത്. കമ്പനിയിലെ തൊഴിലാളിയായ ബീഹാർ സ്വദേശി ശത്രുമുഖിയാണ് മരിച്ചിരിക്കുന്നത്. അയാളുടെ ഭാര്യയും അവിടെ തന്നെയാണ് ജോലി ചെയ്തിരുന്നത്. 6 പേർക്ക് പൊള്ളലേൽക്കുന്ന സാഹചര്യമായിരുന്നു. 6 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് അവിടെ തീ അണച്ചത്. ബോയിലറിൽ നിന്നും തീ പിടിച്ചതാണ് ഈ തീപിടുത്തത്തിന് കാരണമെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ആ സമയത്ത് ഈ തൊഴിലാളികളൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. കൂടുതൽ തൊഴിലാളികൾ ഈ തീ പിടിച്ച ബോയിലറിന് സമീപത്ത് ഉണ്ടായിരുന്നില്ല. ഇവിടെ ഉണ്ടായിരുന്ന ആൾ, അതായത് ഇപ്പോൾ മരിച്ച വ്യക്തി മാത്രമാണ് ആ ബോയിലറിന് സമീപത്ത് നിന്ന് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അയാൾ അവിടെ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ഭാര്യ പുറത്തു വന്ന് നിലവിളിച്ചപ്പോഴാണ് നാട്ടുകാരും ഫയർഫോഴ്സും ഒക്കെ അവിടെ ആള് ഉൾപ്പെട്ടിട്ടുണ്ട്, അകത്തൊരാൾ പെട്ടുകിടക്കുകയാണ് എന്ന് മനസ്സിലായത്. ഉടനെ തന്നെ പോലീസ്, ഫയർഫോഴ്സ് തീ അണച്ചു ഉള്ളിലേക്ക് കടന്നുവെങ്കിൽ പോലും കത്തിക്കരിഞ്ഞ നിലയിലുള്ള മൃതശരീരം മാത്രമാണ് കണ്ടെത്താൻ കഴിഞ്ഞത്. പിന്നീട് സമീപത്തുണ്ടായിരുന്നവരെല്ലാം ഓടി രക്ഷപ്പെട്ടു. ചിലർക്ക് പൊള്ളലേറ്റു, 6 പേർക്ക് പൊള്ളലേറ്റു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും അവരുടെയൊന്നും നില ഗുരുതരമല്ല. ഒരാൾ മരിച്ചു. അത് പെട്ടെന്ന് ഫയർഫോഴ്സിന് അതിന്റെ ഉള്ളിൽ ആളുണ്ടെന്ന് അറിയാൻ കഴിയാത്തത് കൊണ്ടാണ് അങ്ങനെ ഒരു അപകടം ഉണ്ടായത്. ഈ മരിച്ച ബീഹാർ സ്വദേശിയുടെ ഭാര്യയാണ് പുറത്തു വന്ന് തന്റെ ഭർത്താവ് അകപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുകയും പെട്ടെന്ന് തന്നെ തീ അണയ്ക്കുകയും ഒക്കെ ചെയ്തത്. എന്തായാലും തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. പെട്ടെന്നുണ്ടായ ഒരു തീപിടുത്തമാണ്. മറ്റു ആളുകൾക്കൊന്നും ചെറിയ പൊള്ളൽ ഒഴിച്ചു കഴിഞ്ഞാൽ മറ്റ് പരിക്കുകളൊന്നും തന്നെ ഇല്ല എന്നുള്ളത് വലിയ ആശ്വാസകരമാണ്. പക്ഷെ ഒരാളുടെ
ജീവനാണ് അവിടെ നഷ്ടമായിരിക്കുന്നത്. ഈ ബോയിലറിന് തീ പിടിച്ചതാണ് ഇത് കാരണമെന്ന് അറിയുന്നു. പെട്ടെന്ന് തന്നെ നാട്ടുകാരൊക്കെ വലിയ പുക ഉയർന്നത് കണ്ട് നാട്ടുകാർ വേഗം തന്നെ സമീപത്തുള്ള ഫയർഫോഴ്സിനെ വിളിച്ചറിയിച്ചു. 6 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി അവിടെ തീയണച്ചു. മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ 9:30 ഈ സംഭവം ഉണ്ടാകുന്നു. 10:30 തന്നെ തീ നിയന്ത്രണ വിധേയമാക്കുന്ന സാഹചര്യത്തിലേക്ക് പോയി. അവിടെ ഉണ്ടായിരുന്നവരെ പെട്ടെന്നൊക്കെ ആശുപത്രിയിൽ, പൊള്ളലേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷെ ഒരാളുടെ മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിൽ മാത്രമാണ് ഫയർഫോഴ്സിന് കണ്ടെത്താൻ കഴിഞ്ഞതും. സജിത്ത്, കൊച്ചിയിൽ വൻ തീപിടുത്തം, ഒരാളുടെ ജീവനെടുത്തു. അതാണ് അവിടെ സംഭവിച്ചത്. സമയം 3 മണിയോട് അടുക്കുകയാണ്. സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമഗ്രമായൊരു ചിത്രം നമുക്ക് ഉടൻ തന്നെ വ്യക്തമാക്കും. വൈകിട്ട് 3 മണി വരെയാണ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം അനുവദിച്ചിരിക്കുന്നത്. സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം 985 സ്ഥാനാർത്ഥികളാണ് സംസ്ഥാനത്തുള്ളത്. അപരന്മാരുണ്ടാക്കുന്ന ഭീഷണിയുടെ ആശങ്കയും പ്രമുഖരടക്കമുള്ള സ്ഥാനാർത്ഥികൾ നേരിടുന്നുണ്ട് എന്നതാണ് അവസ്ഥ. എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം? വിശദമായി നമുക്ക് നോക്കാം. സാരംഗ് സുധാകരൻ ചേരുന്നു. സാരംഗ്, കാത്തിരിക്കുകയാണ്. 3 മണിയാവുന്നു. ഈ 3 മണി ആവുമ്പോൾ തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ചിത്രം നമുക്കറിയാനാവും. അപരന്മാരെ പിൻവലിപ്പിക്കുക വലിയ വെല്ലുവിളിയാണ്. കാരണം അപരന്മാർ പലപ്പോഴും സാധ്യതകൾ, മുഖ്യധാരാ സ്ഥാനാർത്ഥികളുടെ സാധ്യതയ്ക്ക് വെല്ലുവിളിയാണ്. അതുകൊണ്ട് തന്നെ പരമാവധി അപരന്മാരെ പിൻവലിപ്പിക്കണം. അതിനുമപ്പുറം പാർട്ടിയിലെ വിമതന്മാരുണ്ട്, അവരെ പിൻവലിക്കണം. ഇപ്പോൾ മഞ്ചേശ്വരം മണ്ഡലത്തിൽ നമുക്കറിയാം SDPI അവിടെ UDFിൻ്റെ സാധ്യതയ്ക്ക് വെല്ലുവിളി നേരിടുന്ന മത്സരരംഗത്ത് വന്നിരുന്നു. പക്ഷേ അവരെ പിൻവലിപ്പിക്കാൻ ധാരണയായിട്ടുണ്ട്. ഇങ്ങനെ സംസ്ഥാനത്തിൻ്റെ ഒരു പൊതുചിത്രം എന്താണ്? എപ്പോഴേക്ക് അറിയാൻ കഴിയും എത്ര സ്ഥാനാർത്ഥികൾ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന്? സജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് തെരഞ്ഞെടുപ്പ് ചിത്രം തെളിയാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമല്ല. ഒരു 3 മണിയോടുകൂടി ഈ ഒരു സമയം അവസാനിക്കുകയും പിന്നീട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും പൂർണ്ണമായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥികളുടെ പട്ടിക പുറത്തു വരുന്നതോടുകൂടിയാണ് ഇനി വരുന്ന ദിവസങ്ങളിൽ ആരൊക്കെ മത്സര രംഗത്തുണ്ടാകും, ആരൊക്കെ പത്രികയിൽ നിന്നും പുറത്തേക്ക്, അതായത് പിൻവലിച്ചിട്ടുണ്ടെന്ന കാര്യങ്ങളിലടക്കം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നുമുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരേണ്ടതുണ്ട്. എന്ത് തന്നെയായാലും വലിയ രീതിയിലുള്ള വിമതശല്യം എല്ലാ പ്രധാന നേതാക്കന്മാരും നേരിടുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മഞ്ചേശ്വരത്തെ കാര്യം തന്നെ പാർട്ടി ഈ ഒരു വിമതരുടെ ശല്യവും ഒപ്പം അപരന്മാരുടെ ശല്യവും എല്ലാം വലിയ രീതിയിലുള്ള പ്രതിസന്ധി എല്ലാ തവണയും ഉണ്ടാക്കുന്നതാണ്. അപരന്മാരുടെ ശല്യം എല്ലാ തവണയും ഉണ്ടാകുന്നതാണ്. ചെറിയ രീതിയിലുള്ള വോട്ട് അവർ നേടുകയാണെങ്കിൽ പോലും അത് മൊത്തത്തിലുള്ള തെരഞ്ഞെടുപ്പ് ചിത്രത്തിനെ കാര്യമായി ബാധിക്കും എന്നതുകൊണ്ടാണ് ഇപ്പോൾ അപരന്മാരെ എത്രയും പെട്ടെന്ന് ഈ ഒരു അവസാന നിമിഷമെങ്കിലും പത്രിക പിൻവലിച്ച് സമവായത്തിലൂടെ കാര്യങ്ങൾ സുഗമമാക്കാനുള്ള ഒരു നീക്കമാണ് മുന്നണികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. സജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ 985 സ്ഥാനാർത്ഥികളാണ് നിലവിലുള്ളത്. കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളിയിലാണ് ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികളുള്ളത്. 17 പേരാണ് അവിടെ മത്സര രംഗത്തുള്ളത്. തിരുവനന്തപുരത്തെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 16 സ്ഥാനാർത്ഥികളാണ് ഉള്ളത്. ഇത്രയും സ്ഥാനാർത്ഥികളുണ്ട്. കഴിഞ്ഞ വർഷത്തേക്കാൾ ചെറിയ വർധനവുമുണ്ട്. എന്തുതന്നെയായാലും ഇത്തവണത്തെ മത്സരം വളരെ രീതിയിൽ കടുക്കുമെന്നും നമുക്കറിയാം. കാരണം വളരെ ചുരുങ്ങിയ സമയം മാത്രമാണ്. പത്രിക സമർപ്പണം ആയിക്കോട്ടെ, സൂക്ഷ്മ പരിശോധന ആയിക്കോട്ടെ, പത്രിക പിൻവലിക്കാനുള്ള സമയം ആയിക്കോട്ടെ, എല്ലാ ക്രയവിക്രയങ്ങൾക്കും വളരെ ചെറിയ സമയം മാത്രമാണ് സ്ഥാനാർത്ഥികൾക്കും മുന്നണികൾക്കും ലഭിച്ചിട്ടുള്ളത്. പക്ഷെ അതിനെ മറികടന്നുകൊണ്ട് ജനങ്ങളിലേക്ക് എത്തുക, എത്രയും പെട്ടെന്ന് പ്രചാരണം വലിയ രീതിയിൽ വലുതാക്കുക എന്നാണ് ഇപ്പോൾ മുന്നണിയിൽ മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം. ഒപ്പം തന്നെ ഇനി വരുന്ന വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണ് ഇനി ഒരു ഇലക്ഷനിലേക്ക് എത്താൻ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ആ ദിവസം കൊണ്ട് പരമാവധി വോട്ടർമാരിലേക്ക് എത്തുക, തെരഞ്ഞെടുപ്പ് ചിത്രം തങ്ങളുടെ മുന്നണിക്കും സ്ഥാനാർത്ഥികൾക്കും അനുകൂലമായ രീതിയിൽ എത്തിക്കുക എന്നാണ് ഇപ്പോൾ മുന്നണികളുടെ പ്രധാനമായ നീക്കം. എന്തുതന്നെയായാലും ഇന്നത്തോടുകൂടി കൃത്യമായ ഒരു ചിത്രം തെളിയുമെന്ന കാര്യം തീർച്ചയാണ്. നാളെ മുതൽ മുന്നണികൾ ആരൊക്കെ തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ട് എന്ന കാര്യത്തിലും ഒരു ഉറപ്പ് വന്നതിന് ശേഷമായിരിക്കും മുന്നണി മുന്നോട്ട് പോവുക. എന്തുതന്നെയാലും ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഈ പട്ടിക പുറത്തേക്ക് വരുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. വരുന്ന മിനിറ്റുകളിൽ തന്നെ വ്യക്തമാവും സംസ്ഥാനത്ത് എത്ര സ്ഥാനാർത്ഥികൾ ഉണ്ടാവും. സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം 985 എന്ന കണക്കാണെങ്കിൽ ഇത്തവണ ആ കണക്ക് മാറും. എത്ര കണ്ട് ആളുകൾ പിൻവലിക്കപ്പെടും, ഡമ്മി സ്ഥാനാർത്ഥികളൊക്കെ പിൻവലിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ രീതിയിൽ കൂടി ഈ തെരഞ്ഞെടുപ്പ് ചിത്രം സംബന്ധിച്ച് വ്യക്തമാവും. ഇതോടുകൂടി സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണം ഒരു ഘട്ടം പിന്നിടാൻ പോവുകയാണ്. നാളെ മുതൽ പുതിയ വേഗവും ആവേശവുമായിരിക്കും പ്രചരണ രംഗത്തും ഉണ്ടാവുക. നമുക്ക് കാത്തിരിക്കാം ഈ കൃത്യമായ ഒരു തെരഞ്ഞെടുപ്പ് ചിത്രത്തിനായി. സ്പോട്ട് ലൈവ് പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.